ചേഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒത്തിരിയധികം ഇൻഫർമേഷൻസും സൊല്യൂഷൻസും ആണ് ഈ ഒരു വെൽനസ് കമ്മ്യൂൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വളരെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ചില പ്രോഗ്രാമുകളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു മീറ്റിങ്ങിലൂടെ അറിയാൻ പറ്റുന്നുണ്ടാവും. ഇന്ന് ഈ ഒരു വെൽനസ് കമ്മ്യൂൺ ഓർഗനൈസേഷനിൽ പ്രധാനപ്പെട്ട 5 മേഖലകളാണ്. ഒന്ന്, നമ്മളുടെ ബോഡി മൂവ്മെന്റ്സിന് ആവശ്യമായിട്ടുള്ള ഡെയിലി മൂവ്സ് എന്നൊരു പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 6:15 മുതൽ 7 മണി വരെ നടക്കുന്നുണ്ട്. അതേപോലെ ആൽക്കമി എന്ന് പറഞ്ഞ നമ്മുടെ ഫുഡിന്റെ ഒക്കെ ഹെൽത്തി ടേസ്റ്റി കുക്കിംഗ് ആവശ്യമായിട്ടുള്ള റെസിപ്പീസും മറ്റു കാര്യങ്ങളൊക്കെ ആൽക്കമി എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്ക് മാസത്തിൽ ഒരിക്കൽ നടക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മൈൻഡ് പവറിനെ, നമ്മുടെ ഫീലിങ്സിനെ, ഗുഡ് സ്ലീപ്പിനെ ഒക്കെ നമുക്ക് എംപവർമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്പാഷൻ സെഷൻ മന്ത്ലി വൺസ് നമുക്ക് നടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഒത്തിരിയധികം ഇൻഫർമേഷൻസും കാര്യങ്ങളും അടങ്ങുന്ന എൻവയോൺമെന്റ് സെഷൻസ് നമുക്ക് എല്ലാ മാസത്തിലും ഒരിക്കൽ നടക്കാറുണ്ട്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സെഷനാണ് മാസ്റ്റർ ക്ലാസ്. മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം ഈ ഒരു പാനലിലുള്ള ഡോക്ടേഴ്സിന്റെ എന്താണ് നല്ല ആരോഗ്യവും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പല കോമ്പോണൻസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒത്തിരിയധികം ഇൻഫർമേഷൻസ് അടങ്ങുന്ന ഒരു 1.5 hour ദൈർഘ്യം വരുന്ന ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ക്ലാസ്. ഇത് മാസത്തിൽ ഒരിക്കലാണ് ഉണ്ടാവാറുള്ളത്. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ദിവസം മാസ്റ്റർ ക്ലാസ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഓരോ വ്യക്തികളും വന്നിട്ടുള്ളത് മാസ്റ്റർ ക്ലാസ്സിലേക്കാണ്. സോ നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം എവരിബഡി. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു ക്ലാപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാം. മാസ്റ്റർ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് 3 വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടി 3 ഡോക്ടേഴ്സ് ആണ് നമ്മളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. സോ ആദ്യമായി ഞാൻ ഒരു ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള അറ്റൻഷനോട് കൂടി ഇരിക്കുക. സോ ഫസ്റ്റ് സ്പീക്കർ ഒട്ടും സമയം കളയാതെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ഒത്തിരിയധികം സമയം അല്ലെങ്കിൽ ഒത്തിരിയധികം അറിവുകളും വളരെ വിലപ്പെട്ട സമയവും നമ്മളോടൊപ്പം ചെലവഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന് ആദ്യം തന്നെ നമുക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. താങ്ക് യു. അദ്ദേഹം ഈ ഒരു മീറ്റിംഗിൽ അസോസിയേറ്റ് ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നുമാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റും അതേപോലെ ഒരു കൗൺസിലറും ആണ്. അദ്ദേഹം ഇന്ന് നമ്മൾക്ക് എടുക്കാൻ പോകുന്ന ഒരു സെഷന്റെ പേര് മെറ്റബോളിസം ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ഡയറ്റ്, മസിൽസ് ആൻഡ് സ്ലീപ്പ്. സോ ഈ ഒരു സെഷൻ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് ഡോക്ടർ സനിൽ ഫ്രം കണ്ണൂർ. വെൽക്കം സർ. താങ്ക് യു സുന്ദരൻ സർ. And good evening all masterclass team and masterclass audience. ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ഊർജം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ട് പറയാം, എന്നാലും അത് എത്രത്തോളം സിംപ്ലിഫൈ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളും അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം വളരെ സീരിയസ് ആയിട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുക ഒരല്പനേരം. ഓക്കെ, സോ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം, എൻ്റെ സ്ലൈഡ് ഷെയർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഓക്കെ, സ്ലൈഡ് ഷെയർ ഉണ്ടല്ലോ? യെസ്. സോ വൺ സെക്കൻഡ്. സോ നേരത്തെ ഹോസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ആദ്യത്തെ സെഷൻ വരുന്നത് മെറ്റബോളിസം നമ്മുടെ ഡയറ്റുമായിട്ടും മസിൽസുമായിട്ടും അതുപോലെ തന്നെ സ്ലീപ്പ് ഉറക്കമായിട്ടും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മുടെ ബോഡിയുടെ എഞ്ചിൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എഞ്ചിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത ഒരു സ്ഥലത്ത് ആ വാഹനം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക? ചിലപ്പോഴേ പോകുള്ളൂ. ഇനി അഥവാ പോയാൽ തന്നെ അതിങ്ങനെ കടകട ആയിട്ട് ചിലപ്പോൾ നിന്ന് പോകാനോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്പീഡ് കൂടും, ചിലപ്പോൾ സ്പീഡ് കുറയും, ഒരു സുഖം ഉണ്ടാവില്ല അല്ലെ? അത്തരം ഒരു റണ്ണിങ് പ്രോസസ് ആകരുത് നമ്മുടെ ശരീരം. അതിനു വേണ്ടിയിട്ട് ശരീരം വളരെ വ്യക്തമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് പല ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും ഒക്കെ സഹായത്താലാണ്. പക്ഷെ ശരീരത്തിന് വേണ്ട ഊർജ്ജം നമുക്ക് എവിടെ നിന്നാണ് സാധാരണഗതിയിൽ കിട്ടുന്നത്? അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഈ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വായ കഴിഞ്ഞവരെയല്ലേ ശരിക്കും അത് ഭക്ഷണമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. പല ഭക്ഷണ
പദാർത്ഥങ്ങളുടെയും കണ്ടന്റുകൾ നമ്മുടെ വായിൽ ഉമിനീര് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കണികളായി മാറും. അത് പ്രധാനപ്പെട്ടത് നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്നൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഊർജ കണികകൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ദഹന പ്രക്രിയ തുടങ്ങുന്നത് നമ്മൾ ഈ ഭക്ഷണം വായിൽ വയ്ക്കുമ്പോഴാണോ, അല്ല നമ്മൾ അതിന്റെ മണം നമ്മുടെ മൂക്കിലേക്ക് അടിക്കുമ്പോഴാണോ? പല സമയത്തും നമ്മുടെ ഭക്ഷണത്തിന്റെ മണം നമുക്ക് കൊള്ളുമ്പോഴേ തന്നെ വായിൽ ഉമിനീര് വരാറുണ്ട് അല്ലെ? നല്ല പുളിയുള്ള മാങ്ങ, അല്ലെങ്കിൽ ആ കണ്ണിക്കട് മാങ്ങയുടെ ആ ഒരു പേര് പറയുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണമായിട്ടുള്ള കോണ്ടാക്ട് എന്തൊക്കെ സെൻസസ് വഴി നമുക്ക് വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഉമിനീര് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ദഹന രസങ്ങൾ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ദഹനം എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും തുടങ്ങുന്നത് നമ്മുടെ ഭക്ഷണം കാണുമ്പോഴും ഭക്ഷണത്തിന്റെ മണം, ഭക്ഷണം പിടിക്കുമ്പോഴുണ്ടാവുന്നതിന്റെ ടെക്സ്ചർ, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അതിന് പൂർണ്ണമായിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. നമ്മൾ എന്താണ് കഴിക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് വളരെ പതുക്കെ കഴിക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അപ്പൊ ദഹനം ശരിയായിട്ട് നടക്കണമെങ്കിൽ, മെറ്റബോളിസം ശരിയായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇതുവരെ ഈ കഴുത്ത് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷണമായിട്ടുണ്ടാവും, അതിനുശേഷം അത് പൂർണ്ണമായിട്ടും സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെയുള്ള ദഹന പ്രോസസ്സിൽ ശരിക്കും പാൻക്രിയാസ് ഉണ്ടാക്കുന്ന പല എൻസൈമുകളും, അമിലേസ്, ലിപ്പേസ് തുടങ്ങിയ എൻസൈമുകളൊക്കെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഈ കണികകളാക്കി ഇതിനെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്യും, പല അമിനോ ആസിഡുകളാക്കും. അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, എനർജിക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സോഴ്സ് ആയ ഗ്ലൂക്കോസ് ആക്കും. അതുപോലെ തന്നെ ഗ്ലിസറോൾ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് വീണ്ടും അവിടുന്ന് നമ്മുടെ കോശങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആദ്യം ലിവറിലേക്ക് എത്തും, ലിവറിൽ നിന്ന് പിന്നെ അത് ബ്ലഡിലേക്കോ ലിവറിലേക്കോ എത്തും, പിന്നെ അത് പല കോശങ്ങളിലേക്ക് എത്തും. ഇങ്ങനെ കോശങ്ങളിലേക്ക് പോകുന്ന കണികകൾ അത് പിന്നീട് എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്കകത്ത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു നമ്മുടെ സെല്ലിന്റെ, കോശങ്ങളുടെ പവർ ഹൗസ് എന്ന് വിളിക്കപ്പെടുന്ന മൈറ്റോകോൺട്രിയയിലേക്കാണ് പോകുന്നത്. മൈറ്റോകോൺട്രിയ തന്നെ നമ്മുടെ ചില കോശങ്ങളിൽ വളരെ കൂടുതലുണ്ട്, ചില കോശങ്ങളിൽ വളരെ കുറവാണ്. ഉദാഹരണത്തിന് മസിൽസ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2000 മുതൽ 5000 വരെയാണ് മൈറ്റോകോൺട്രിയയുടെ എണ്ണം. പവർ ഹൗസ് ഒരു കോശത്തിനകത്താണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മസിലുകളിൽ ഇത്രയും കൂടുതലുണ്ടെങ്കിൽ അതേ സമയത്ത് നമ്മുടെ ചില അവയവങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്, മേ ബി ഒരു 400 to 1000 വരെയൊക്കെയാണ്. അതേപോലെ നമ്മുടെ RBC എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മൈറ്റോകോൺട്രിയയുടെ എണ്ണം ഇല്ല. അപ്പൊ നമ്മുടെ കോശങ്ങൾക്കും പല രീതിയിലുള്ള മൈറ്റോകോൺട്രിയകളുടെ എണ്ണമുണ്ട്. പവർ ഹൗസിന്റെ എണ്ണം വ്യത്യാസപ്പെടുന്നതുകൊണ്ട് തന്നെ ഊർജ വിനിയോഗം വ്യത്യാസപ്പെടും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കോശങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോശങ്ങൾ അത് മൈറ്റോകോൺട്രിയക്ക് കൊടുക്കും. മൈറ്റോകോൺട്രിയ ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് നിന്ന് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുക. ഇങ്ങനെയാണ് പൂർണ്ണമായിട്ടും അതിന്റെ വർക്ക് നടക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ കോശങ്ങൾ തന്നെ ഉപയോഗിക്കപ്പെടാത്ത ചില ഭാഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ ചില പേശികളോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളോ അതിനെ ഡിപ്ലീറ്റ് ചെയ്തിട്ട്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത്, ഇവിടെ കാനിബലൈസേഷൻ മസിൽ ടിഷ്യൂ എന്ന് എഴുതിയതൊക്കെ ആ ഒരു പ്രോസസ്സിനെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനർജിയാണ് വരുന്നത്. അപ്പൊ അതേ സമയത്ത് എനർജി ഉണ്ടാക്കുക മാത്രമാണോ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം? അല്ല, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഈ എനർജി കൂടാതെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ബിൽഡ് ചെയ്യുക. മുടിയായാലും പല്ലായാലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നായാലും അവയവങ്ങളായാലും അതിനെ ബിൽഡ് ചെയ്യുക, അതിനെ റിപ്പയർ ചെയ്യുക, അതിനെ പൂർണ്ണമായിട്ടും പരിപോഷിപ്പിച്ച് നിലനിർത്തുക എന്ന് പറയുന്നതും ഇതിന്റെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഹോർമോൺ റെഗുലേഷൻസും മറ്റ് നമ്മുടെ ഹോമിയോസ്റ്റാസിസ്, ബോഡിയുടെ ബാലൻസും ഒക്കെ നിലനിർത്തുന്നതും ഇതേ മെറ്റബോളിക് ഫംഗ്ഷനാണ്. ഇതിന് പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തന രീതിയാണുള്ളത്. അതിന് ഒന്ന് പറയുന്നത് കാറ്റബോളിസം എന്ന് പറയും. കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇൻ കേസ് ഭക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ബോഡി ടിഷ്യൂവോ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റുന്നു, ഊർജം ഉണ്ടാക്കുന്നു. രണ്ടാമത്തേത് ആനബോളിസം എന്ന് പറയും. ആനബോളിസം എന്ന് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് പ്രോസസ് ആണ്. ആ സമയത്താണ് മസിൽ ഗ്രോത്ത്, സെല്ലുലാർ റിപ്പയർ, അതുപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷൻ ഇതൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ശരിക്കും
സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് മെറ്റബോളിക് റേറ്റ് ആണ്. റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നൊക്കെ പറയും. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ പ്രത്യേകിച്ച് ഒരു വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ എത്ര സ്പീഡിലാണ് നമ്മുടെ എനർജി അല്ലെങ്കിൽ ഈ ഒരു മെറ്റബോളിസം നടക്കുന്നത്, അതിന്റെ റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. എന്തിനു വേണ്ടിയിട്ടായത്? നമ്മുടെ ഡെയിലി വൈറ്റൽ ഫങ്ഷൻസ്, ഉദാഹരണത്തിന് ബ്ലഡ് സർക്കുലേഷൻ വരാം, അതുപോലെ തന്നെ ശ്വാസം കഴിക്കുക, അതുപോലെ തന്നെ ഹേർട്ട് ബീറ്റ്, ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിൽ ഊർജ്ജ വിനിയോഗം നടക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. സോ മെറ്റബോളിസത്തിന്റെ പ്രധാനപ്പെട്ട ഈ രണ്ട് ഫംഗ്ഷൻ, ഒന്ന് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാറ്റബോളിസത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ്, H2O അല്ലെങ്കിൽ വെള്ളം, അതുപോലെ തന്നെ അമോണിയ പോലെയുള്ള പദാർത്ഥങ്ങളാക്കി മാറ്റുമ്പോൾ അമിനോ ആസിഡിൽ നിന്ന്, പലതരത്തിലുള്ള അമിനോ ആസിഡുകളിൽ നിന്ന് ശരീരത്തിന് വേണ്ട ബിൽഡപ്പ് ആകേണ്ട രീതിയിലുള്ള പ്രോട്ടീനും ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ആനബോളിസം എന്നും പറയും. സോ നമ്മുടെ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഊർജം വിനിയോഗിക്കപ്പെടുന്നു എന്നതിനെ പൂർണ്ണമായും സ്വാധീനിക്കുന്ന ഒന്നാണ്. ഓക്കെ, കാരണം ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ല ജീവിക്കുന്നത്. നിത്യജീവിതത്തിൽ ഇതിനെന്താണ് ഇമ്പോർട്ടൻസ്, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ അല്ലെ, ഉറക്കത്തിൽ പോലും ഒരാൾ വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം വരുന്ന വാചകങ്ങൾ നമ്മുടെ മാതൃഭാഷയിലാകുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ റെഗുലേഷൻ, നമ്മൾ തണുത്ത സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുകയാണ്. ഇങ്ങനെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെറ്റബോളിസത്തിന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് BMR-ന്റെ പാർട്ടാണ് എന്നർത്ഥം. എന്നാൽ ഇത് എപ്പോഴും ഒരുപോലെയാണോ? അല്ല. ഇത് ഒരാളിൽ തന്നെ വ്യത്യാസപ്പെടാം. അത് കാലത്തിനനുസരിച്ച്, കാലാവസ്ഥയ്ക്കനുസരിച്ച്, പ്രായത്തിനനുസരിച്ചൊക്കെ മാറ്റം വരാം. നമ്മുടെ സെക്സിനനുസരിച്ച്, മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളതിനനുസരിച്ച്, അതുപോലെ തന്നെ ചില ഹോർമോണുകൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസപ്പെടാം. മസിൽ മാസുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 2000 മുതൽ 5000 വരെ മൈറ്റോകോൺട്രിയകൾ അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ മസിൽസ്. അതുപോലെ തന്നെ നമ്മുടെ ജെനറ്റിക്കൽ ആയിട്ടും കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഈവൻ ഇഫ് നമ്മൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ പൂർണ്ണമായിട്ടും ബെഡിൽ തന്നെ ആണെങ്കിലും, ആ സമയത്ത് നമ്മുടെ BMR കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കലോറി ഉപയോഗിക്കപ്പെടുന്നതിന്റെ അളവ് കൂടുതലാകും എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട 3 മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഈ 3 എണ്ണമാണ്. ഇത് 3 ആണ് ശരിക്കും കലോറി ഫുഡും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം എന്ന് പറയുന്നത്, ശരീരത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിനെ എഫക്ട് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ 3 എണ്ണവും നമ്മുടെ ഭക്ഷണത്തിൽ ഏത് പ്രൊപ്പോർഷനിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് അത്. കാരണം കാർബോഹൈഡ്രേറ്റിന് 4 കലോറി പെർ ഗ്രാം, അതുപോലെ തന്നെ പ്രോട്ടീന് 4 കലോറി, ഫാറ്റ് എന്ന് പറയുന്നത് 9 കലോറി പെർ ഗ്രാം ആണുള്ളത്. കാർബോഹൈഡ്രേറ്റ് ആണ് പ്രധാനപ്പെട്ട എനർജി സോഴ്സ്. കാർബോഹൈഡ്രേറ്റിന്റെ അഭാവത്തിൽ മാത്രമാണ് പ്രോട്ടീനോ അല്ലെങ്കിൽ ഫാറ്റോ ഒക്കെ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയുള്ളത്. അതേ സമയത്ത് ഈ മെയിൻ സോഴ്സിൽ തന്നെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ ഉണ്ട്. മിൽക്ക് പ്രൊഡക്ട്സിലെ ഗാലക്ടോസ്, ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിന്ന്, അതുപോലെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ഈവൻ പഞ്ചസാരയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പോർഷൻ വരെ നമ്മുടെ അന്നജം, സാധാരണ അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും ഒക്കെ കിട്ടുന്നു. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കൂടുതലായിട്ട് നമ്മൾ കലോറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവസരം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആയതുകൊണ്ട് ആ ബിൽഡിംഗ് ബ്ലോക്ക് വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്യാനോ വേണ്ട രീതിയിൽ ഉണ്ടാക്കാനോ ശരീരത്തിന് സാധിക്കുന്നില്ല. സോ അതിന്റെ സിംപ്ലർ ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഒക്കെ വരും. ഈ അമിനോ ആസിഡ്സിന്റെ പല കോമ്പിനേഷൻ ആണ് നമ്മുടെ ബോഡിക്ക് ഈ ഒരു ഷേപ്പും എല്ലുകൾക്ക് ആ ബലവും പല്ലിന് ആ കളറും ഒക്കെ കൊടുക്കുന്നത്. ഫാറ്റ്, കൊഴുപ്പുകൾ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ്. ഭക്ഷണത്തിൽ കൊഴുപ്പുണ്ടാവാം. ഈ ഭക്ഷണത്തിലുള്ള കൊഴുപ്പും നമ്മുടെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ കൂടുതൽ എനർജി വരുന്ന സമയത്ത് നമുക്ക് ഈ ഫാറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈവൻ കാർബോഹൈഡ്രേറ്റ് പോലും സ്റ്റോർ ആയി ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഫാറ്റ് സിംപ്ലിഫൈ ഫോമിലേക്ക് വരുമ്പോൾ ഫാറ്റി ആസിഡ്സ് ആവും. പലതരത്തിലുള്ള ഫാറ്റി ആസിഡ്സും ശരീരത്തിന് വളരെ കൂടുതൽ ആവശ്യമാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹോർമോണുകളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ഇത് അത്യാവശ്യമാണ്. ഫൈബർ കാർബോഹൈഡ്രേറ്റിന്റെ തന്നെ ഒരു വകഭേദമാണെങ്കിലും അതിനകത്ത് ഊർജം നമുക്കല്ല കിട്ടുന്നത്. അത് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഹെൽത്തി മൈക്രോബയോമിന്റെ ബാലൻസിന് വേണ്ടിയിട്ടാണ്. അതിലും രണ്ട് പോർഷൻ ഉണ്ട്, ഒന്ന് സോലുബിൾ ആയിട്ടുള്ളതും മറ്റൊന്ന് ഇൻസോലുബിൾ ആയിട്ടുള്ളതും. സോ എന്താണ് നമ്മുടെ ഈ ഡയറ്റും മെറ്റബോളിസം ആയിട്ട് കണക്ഷൻ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാല്, പ്രോട്ടീൻ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ആവശ്യമുള്ള കാലോറി കൂടുതലാണ്. അതിന് പറയുന്നത് തെർമിക് എഫക്ട് ഓഫ് ഫുഡ് എന്നാണ്. അതുപോലെ തന്നെ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മൈക്രോബയോമിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും. ഫൈബർ ശരിക്കും നമ്മളല്ല ഭക്ഷിക്കുന്നത്, അതിനെ ഉപയോഗിക്കുന്നത് നമ്മുടെ അകത്തുള്ള ബാക്ടീരിയകളാണ്. ചില ഭക്ഷണങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയുക മെറ്റബോളിസത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ആൽമണ്ട്സ് അല്ലെങ്കിൽ കാപ്പി, ചായ, ഇതൊക്കെ. അതുകൊണ്ട് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഊർജം, ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു ഊർജ്ജമൊക്കെ തോന്നുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, ഏത് സമയമാണ് കഴിക്കുന്നത്, ഇത് നമ്മുടെ ഭക്ഷണത്തിനെ സംബന്ധിച്ച് മെറ്റബോളിസം ആയിട്ട് വളരെ കൂടുതൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഡയറ്റ് എന്ന് പറഞ്ഞത് ജസ്റ്റ് ആ ഡയറ്റിന്റെ ഭക്ഷണത്തിന്റെ മാത്രമല്ല, നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതെന്നും ഏതൊക്കെ സമയത്താണ് നമ്മൾ അതിനെ ഇൻടേക്ക് ചെയ്യുന്നതെന്നും കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വളരെ വൈകി കഴിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ നല്ലപോലെ ഉറക്കം കിട്ടാത്തത്. കാരണം അവിടെ മെറ്റബോളിസം കംപ്ലീറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ശരീരം പിന്നെയും അതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ഉറങ്ങാൻ പാടുണ്ടോ ആ സമയത്ത്? ക്രാഷ് ഡയറ്റ് അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ മീൽ സ്കിപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു അൺഈവൻ സ്റ്റേജിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇംബാലൻസിലേക്ക് പോകുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എനർജി കൺസേർവ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഇനി അടുത്ത പ്രാവശ്യം കഴിക്കില്ല എന്നറിയാത്തത് കൊണ്ട് ഒരുപക്ഷെ കുറച്ച് ഊർജം സംഭരിച്ചു വയ്ക്കാം, നാളത്തേക്ക് ആവശ്യം വന്നാലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ് ചെയ്യുന്നത്. സോ പൊതുവെ നമ്മുടെ ഡയറ്റ് നമ്മുടെ മെറ്റബോളിസത്തിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നേരിട്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങളിലൂടെ, രണ്ടാമത്തെ ഒരു പോർഷൻ വരുന്നത് നമ്മുടെ മൈക്രോബയോട്ട അല്ലെങ്കിൽ ഹെൽത്തി മൈക്രോബയോമിനെ ഹെൽപ്പ് ചെയ്യുന്നത് വഴിയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഈ മൈക്രോബ്സ് ഒക്കെ കൂടിയിട്ട് പലതരത്തിലുള്ള ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കും. ബ്യൂട്ടറേറ്റ് ഒക്കെ പറയുന്നത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ACFA ആണ്. ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസത്തിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചില ബൈൽ ആസിഡ്സ് ഉണ്ട്, അത് ഈവൻ ഫാറ്റ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്ട്രക്ചറൽ കോമ്പണൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബാക്ടീരിയയുടെ ശരിയായ ജോലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുമ്പോഴേ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് എന്ത് വേണം, നമ്മൾ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ നോർമൽ മീൽസിൽ തന്നെ, ഡയറ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ അത് നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇന്ന് മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങൾ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസവും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആയിട്ട്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്, അത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ഉള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു പക്ഷേ ട്രൈഗ്ലിസറൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ BP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ, വിസറൽ ഫാറ്റ് കൂടിയിട്ട് ഒബിസിറ്റി കൂടുന്നതോ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. മസിൽസും മെറ്റബോളിസവും, ഓൾറെഡി മസിൽസിന് വളരെ വലിയ പാർട്ട് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അല്ലെ. മൈറ്റോകോൺട്രിയയുടെ എണ്ണം മസിൽസിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മസിൽസ് നമ്മുടെ ശരീരത്തിൽ ബേൺ ചെയ്യുന്ന കലോറിയുടെ അളവ് വളരെ കൂടുതലാണ്. അത് തന്നെ ഫാറ്റ് ആയിട്ട് തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ അത് റെസ്റ്റിംഗ് ഫേസിൽ കൂടി ഉപയോഗിക്കുന്നുണ്ട്. സോ മസിൽസ് എത്രയുണ്ട് നമ്മുടെ ശരീരത്തിൽ, ബോഡി കമ്പോസിഷൻ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം മസിലിന്റെ അളവ് കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ എനർജി യൂട്ടിലൈസേഷനും കൂടും.
അതുകൊണ്ട് തന്നെ BMR റെസ്റ്റിംഗ് മെറ്റബോളിസം കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. മസിൽസ് എങ്ങനെ കൂട്ടാം? നമ്മളെ എക്സസൈസ് കൂട്ടുന്ന സമയത്ത്, സ്ട്രെങ്ത് ട്രെയിനിങ് കൂട്ടുന്ന സമയത്ത് മസിൽസ് കൂടും, അളവ് കൂടും, അല്ലെ? മസിൽസിനകത്ത് നമ്മുടെ ഗ്ലൂക്കോസ് സ്റ്റോർ ആവുന്നുണ്ട്. അത് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിലാണ്. ഈ ഗ്ലൈക്കോജൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇൻ കേസ് ഷുഗർ അവൈലബിൾ അല്ല, ബ്ലഡ് ഷുഗർ അവൈലബിൾ അല്ലെങ്കിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. കരളിനകത്ത് ഉണ്ടാവും, കുറച്ച് പോർഷൻ നമ്മുടെ മസിൽസിലും ഉണ്ടാവും. അപ്പൊ മസിൽസിനകത്ത് ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ കൂടുതൽ ഉണ്ടെങ്കിൽ മസിൽസിന് അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ശരിക്കും സയന്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഒരു ഓർഗൻ അല്ല എന്ന് പറയാം. എന്നാൽ മസിൽസ് ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓർഗൻ. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അളവ് കൂട്ടാനും ഒരുപക്ഷെ പ്രായം കൂടുന്തോറും നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാധനമാണ് മസിൽ. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ഒക്കെ നമ്മുടെ എക്സസൈസിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പാറ്റേണിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മസിൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ എന്താണ് മെറ്റബോളിസത്തിൽ നമ്മുടെ മസിൽസിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, മസിൽ മാസ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് കൂടും. നേരത്തെ പറഞ്ഞ BMRന്റെ അളവ് കൂടും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗ്ലൈക്കോജൻ യൂസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ആഫ്റ്റർ ബേൺ എഫക്റ്റ് ആയിട്ട് കൂടുതൽ ഗ്ലൈക്കോജൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൂടുതൽ മസിൽ ഉണ്ടാക്കാനോ വേണ്ടിയിട്ടുള്ള ത്വരയിൽ നമ്മുടെ ശരീരം കൂടുതൽ കലോറി ബേൺ ചെയ്യും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സസൈസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് ഒരു ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഉണ്ടാവുന്നത്. നമ്മൾ എല്ലാവരും പ്രായമാവും, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. പക്ഷെ ഇഷ്ടപ്പെട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന്റെ കൂടെയാണ് നമ്മൾ പ്രായമാകുന്നതെങ്കിൽ നമ്മുടെ മസിൽസ് നമ്മളെ പ്രായം കൂടുമ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാര് 70ാമത്തെ വയസ്സിൽ വടികുത്തി ഇടിച്ച് നടക്കുന്നത്, ചില ആൾക്കാർ 70ാമത്തെ വയസ്സിൽ മാരത്തോൺ ഓടുന്നത്. മൂന്നാമത്തെ ഫാക്ടറാണ് സ്ലീപ്പ്. ഉറക്കം എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഉറക്കം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്ക ഗുളികകൾ പോലെ തേടി പോകുന്ന അവസ്ഥ വരെ ഇന്നുണ്ട്. ഉറക്കം ഉണ്ടാവണം. അത് നമ്മുടെ ഒരുപക്ഷെ പ്രകൃതിയുടെ നിയമമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. സസ്യങ്ങൾ പോലും ഉറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉറക്കത്തിന് നമ്മുടെ മസിൽ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മുടെ രാവിലെ നമ്മൾ എക്സസൈസ് ചെയ്തു അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തു, ഇതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു അല്പം വേദനയൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഈ വേദനയുടെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ഫൈബേഴ്സിൽ സംഭവിക്കുന്ന ചെറിയ ക്രാക്കുകളാണ്, മൈനർ ക്രാക്സ്. ഈ ക്രാക്കുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ടീയേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഈ ടീയേഴ്സ് തുന്നിക്കൂട്ടാൻ അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ആവശ്യമുള്ള ഒരു സമയം ഉറക്കാണ്. കാരണം ഉറക്കത്തിന്റെ സമയത്ത് പല ഹോർമോണുകളും റിലീസ് ചെയ്യപ്പെടും. ഈ ഹോർമോണുകൾ മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള, വെറുതെയുള്ള ഒരു ഉറക്കമല്ല, രാത്രി കാലങ്ങളിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം നമ്മുടെ ഹെൽത്തി മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേ സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം ഇല്ലെങ്കിലോ ഒന്ന് ഹോർമോണൽ ഇംബാലൻസ് നടക്കും. അതുകൊണ്ടാണ് രാത്രി ഈ വൈകിയ സമയത്തും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വിശപ്പുണ്ടാവുന്നത്. ആക്ച്വലി അവിടെ വിശപ്പിന്റെ റോൾ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ സമയമില്ലാത്ത സമയത്ത് പുറപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹോർമോൺ കൂടും, ആ ഗ്രലിൻ ഹോർമോൺ കൂടുമ്പോൾ നമുക്ക് വിശപ്പ് കൂടും. നമ്മൾ ആ സമയത്ത് ആണോ ചോറ് കഴിക്കുക? വളരെ വൈകി രാത്രി 2 മണിക്കോ 3 മണിക്കോ അല്ല, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെറുകടികളിലേക്കോ ചായയിലേക്കോ പോകും. അത് നമ്മുടെ ശരീരത്തിന്റെ ഉറക്കം പിന്നെയും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് കോർട്ടിസോൾ. നമ്മുടെ ഊർജം അല്ലെങ്കിൽ എനർജി ലെവൽ അപ്പായിട്ട് നിർത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ. രാവിലെ ആവുമ്പോഴാണ് സാധാരണഗതിയിൽ കോർട്ടിസോളിന്റെ അളവ് കൂടുന്നതും നമുക്ക് ഉറക്കം ഞെട്ടുന്നതും. അപ്പൊ ഈ ഒരു കോർട്ടിസോളിന്റെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ സാധാരണഗതിയിൽ മസിൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും. അതേ സമയത്ത് രാത്രി കാലങ്ങളിൽ മസിൽ റിപ്പയർ ചെയ്യേണ്ട സമയത്താണ് കോർട്ടിസോൾ ഉള്ളതെങ്കിലോ തീർച്ചയായിട്ടും മസിൽ ബ്രേക്ക് ഡൗൺ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോണും ടെസ്റ്റോസ്റ്ററോണും ഒക്കെ. ഇത്തരം ഹോർമോണുകൾ അളവ് കുറയുമ്പോൾ നമ്മുടെ മസിൽ ബിൽഡിങ്ങിന്റെ പ്രോസസ്സ് കുറയാണ് ചെയ്യുന്നത്. മസിൽ ബിൽഡിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പഴയതിലേക്ക് പോകണം. ടോട്ടൽ മസിലുകളിലുള്ള മൈറ്റോകോൺട്രിയയുടെ എണ്ണം 2000 മുതൽ 5000 വരെയാണ്. അപ്പം ഒരു സെൽ, ഒരു കോശം പോലും മസിലിന്റെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യും. സോ പൊതുവെ ഉറക്കമില്ലായ്മ നമ്മുടെ മെറ്റബോളിക് റേറ്റിനെ കുറക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ മൂന്നിന്റെ ഒരു ഇന്റർ കണക്ഷൻ നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉറങ്ങുന്ന സമയം, അതുപോലെ തന്നെ നമ്മുടെ മൂവ്മെന്റ്, ശരീരത്തിന്റെ എക്സസൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കുറച്ച് നേരത്തെ ഹോസ്റ്റ് പറയുണ്ടായി ഡെയിലി മൂവ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം രാവിലെ 6:15 മുതൽ 7 മണി വരെ ഉണ്ടെന്ന്. ഡെയിലി മൂവ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേറെ ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല. എക്സസൈസ് സപ്ലിമെന്റേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കൗട്ട് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി നമ്മുടെ ശരീരം കൊണ്ട് മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ഈ മൂവ്മെന്റ് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നില്ല, ഓരോ 10 മിനിറ്റോ 20 മിനിറ്റോ കൂടുമ്പോൾ ശരീരം കൊണ്ട് പണിയെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് അതിനെ ഒന്ന് സപ്ലിമെന്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് മൂന്നും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനും റിക്കവറി പ്രോസസ്സ് സ്ലോ ഡൗൺ ആക്കാനും ആണ് കാരണമാവുന്നത്. മൂവ്മെന്റ് ഇല്ലെങ്കിൽ മസിൽ മാസ് കുറയുകയും അതുപോലെ തന്നെ മെറ്റബോളിസം കുറയുകയും ചെയ്യും. ഈവൻ ഉറക്കം നന്നായിട്ട് കിട്ടാത്ത അവസ്ഥയുണ്ടാവും നല്ല രീതിയിൽ നമ്മൾ ശരീരം അനങ്ങി പണിയെടുക്കുന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ ഡയറ്റ് ശരിയല്ലെങ്കിൽ എനർജി ക്രാഷ് ഉണ്ടാവും എന്ന് പറയും. നമ്മൾ ഷുഗർ കൂടിയ അളവിലുള്ള ഭക്ഷണമാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൈ ലെവൽ ഓഫ് ഷുഗർ ആണ്, ബ്ലഡ് ഷുഗർ ആണ് പെട്ടെന്ന് ഉണ്ടാവുക. അതിനുശേഷം പെട്ടെന്ന് ആ ഷുഗർ ലെവൽ കുറയുകയും ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് തോന്നും എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ കൊള്ളായിരുന്നു. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളതിലേക്കാണ് പോവുക. കാരണം രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് അത്രയും സമയമായിട്ടുണ്ടാവുള്ളൂ. എഗെയിൻ നമ്മൾ വലിയൊരു ഭക്ഷണത്തിന് പകരം ചെറിയ കടികൾ, എന്തെങ്കിലും എണ്ണക്കടികളോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോൾ എഗെയിൻ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് എഗെയിൻ ഷുഗർ കയറും. നമുക്ക് തൽക്കാലം ആശ്വാസം തോന്നും. വീണ്ടും ആ ഷുഗർ ക്രാഷ് ഉണ്ടാകുമ്പോഴോ വീണ്ടും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഊർജ അസന്തുലിതാവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ പെർഫോമൻസിനെ അത് എഫക്ട് ചെയ്യും. ബുദ്ധി കൊണ്ട് മാത്രമല്ല, ഈവൻ ശരീരം കൊണ്ടുള്ള പെർഫോമൻസിനെയും അത് എഫക്ട് ചെയ്യും. സോ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്, ഫുഡ് പ്ലേറ്റ് കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പില്ലോന്റെ ടൈം കറക്റ്റ് ചെയ്യണം. പില്ലോ എടുത്തു വെച്ചാൽ മാത്രം പോരാ, നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട്, മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു വർക്കൗട്ട്, നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയിട്ടുള്ള ഒരു വർക്കൗട്ട് രീതിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ ഞാൻ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്പിറേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴാണ് നമ്മൾ ശ്വാസം കഴിക്കുന്നത്? അതൊന്നും അറിയില്ല, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ശ്വാസം കഴിക്കുന്നത് എന്തിനാ? നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണ് ഈ ഓക്സിജൻ പോകുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ ഇല്ലാത്ത അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തകോശങ്ങൾ ശ്വാസകോശത്തിലേക്ക് എത്തി അവിടെ നിന്ന് ഓക്സിജനെ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നു. ഇതാണ് ശരിയായ റെസ്പിറേഷൻ പ്രോസസ്. നമ്മൾ ശ്വാസം കഴിക്കുന്നതല്ല, അത് ബ്രീത്തിങ്. അപ്പൊ ഈ റെസ്പിറേഷൻ സെല്ലുലാർ ലെവലിൽ നടക്കുന്നത് എങ്ങനെയാണ്? ഇതേ ഓക്സിജൻ തന്നെ ATPയിൽ എത്തിച്ച് RBC എന്ത് ചെയ്യും? റെഡ് ബ്ലഡ് സെല്ല്, ചുവന്ന രക്താണുക്കൾ അതിനെ കോശങ്ങളിലേക്ക് എത്തിച്ചിട്ട് കോശങ്ങളിൽ നിന്ന് നമുക്ക് ഊർജം തരാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ അവിടെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അത് തിരിച്ചു കൊണ്ടുവരും. ചുവന്ന രക്താണുക്കൾ അതിനെടുത്തിട്ട് ഈ ശ്വാസകോശത്തിൽ കൊടുക്കും. പക്ഷെ ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നത് RBC ഒറ്റയ്ക്കല്ല. RBCക്ക് അകത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ ആണ് ഈ ഓക്സിജനെ ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, HbA1c എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് പൊതുവെ നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ ചെക്ക് ചെയ്യുന്നത്. എന്തിനാത്? നമ്മുടെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ആയിട്ടുള്ള RBCയും അല്ലെങ്കിൽ ഹീമോഗ്ലോബിനും എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അതാണ് HbA1c.
ഇതിനെപ്പറ്റി കൂടുതൽ ഡോക്ടർ ബാലഗോപാൽ അടുത്ത സെഷനിൽ സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ HbA1cക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗ്ലൈക്കേഷൻ അല്ലെങ്കിൽ അതിന് ഷുഗർ കൂടുതലായിട്ട് പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മെറ്റബോളിസത്തിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഒരു വലിയ പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനെ കറക്റ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള 3 ടെക്നിക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഒന്ന് നമ്മുടെ ഭക്ഷണം ശരിയാക്കുക, ഒന്ന് നമ്മുടെ ഉറക്കം ശരിയാക്കുക, അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന്റെ പെർസെൻറ്റേജ്, മസിൽസിന്റെ വർക്കിംഗ് സ്ട്രെങ്ത്, എൻഡുറൻസ് കൂട്ടുക. ഓക്കെ, താങ്ക് യു. അടുത്ത സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാലും മതിയാവോ എന്നുള്ള ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. എന്താണ് ഭക്ഷണം പോരെങ്കിൽ? ഭക്ഷണത്തിനകത്ത് വേണ്ടത്ര ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ടാവണം. ന്യൂട്രീഷൻ അടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിലേക്ക്, ഹെൽത്തി ആയിട്ടുള്ള സപ്ലിമെന്റ്സ് കാറ്റഗറിയിലേക്ക് പോകേണ്ടി വരും. അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഡോക്ടർ ആവണിയാണ്. മാം തൃശ്ശൂരിൽ നിന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. മാഡം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, പെർട്ടിക്കുലർലി പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. സോ വെൽക്കം ആവണി മാം. മ്യൂട്ടാണ്. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? സാർ ഒന്നുകൂടെ എന്റെ ജോബ് ഒന്ന് ഈസി ആക്കി തന്നു. സാറ് പറഞ്ഞു നമ്മുടെ പില്ലോയും പ്ലേറ്റും ഒക്കെ. അപ്പൊ പ്ലേറ്റ് എങ്ങനെയും കൂടെ ആവണം, പ്ലേറ്റിനെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് ആവണി പ്രമോദ്. ഞാൻ ഒന്ന് എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നമ്മളിപ്പോ സാറിന്റെ സ്ക്രീനും കൂടെ കണ്ടിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയല്ലേ. അപ്പൊ നമുക്ക് എൻ്റെ സ്ക്രീനും കൂടെ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണാലോ അല്ലെ? ഫുൾ സ്ക്രീനിൽ കാണാലോ? ഫുൾ സ്ക്രീൻ. ഓക്കെ. സോ പറഞ്ഞ പോലെ ന്യൂട്രീഷനെ നമ്മളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാൻ പോവാണ്. ന്യൂട്രീഷൻ മാത്രമല്ല, നമ്മളെ മൊത്തത്തിലുള്ള ആ പ്ലേറ്റിനെ നമ്മളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാണ്. ആക്ച്വലി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട എല്ലാ പോഷണങ്ങളും കിട്ടുക, നന്നായി ഭക്ഷണം കഴിച്ചാൽ നല്ല ന്യൂട്രിയൻസ് കിട്ടുമെന്ന് പലരും, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അല്ലെ? അപ്പൊ ഈ ഭക്ഷണത്തിലൂടെ മാത്രം കിട്ടുമോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ഈ സ്ലൈഡ്സ് ഒക്കെ കഴിയുന്ന കൂടെ അനലൈസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ പോണേ ഈറ്റിങ്ങിന്റെ ഒരു സയൻസ് ആണ്. നമ്മൾ നന്നായിട്ട് കഴിക്കുന്നതിന്റെ ഒരു സയൻസിനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു വൈറ്റാലിറ്റിക്ക് വേണ്ടി നമുക്കൊരു ലൈഫ് ലോങ് ആയിട്ട്, നമുക്ക് ലൈഫ് സ്പാൻ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് സിസ്റ്റം വഴി നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം അല്ലെ? ബട്ട് നമ്മളെ ഹെൽത്ത് സ്പാൻ, നമ്മളെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു നമ്മുടെ ഒരു ലൈഫ് ലോങ് ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമാവുന്ന കാര്യമല്ല. അപ്പൊ അതിനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ സാറ് പറഞ്ഞ പോലെ മെറ്റബോളിസം, ഇമ്മ്യൂണിറ്റിയും ഒക്കെ. അപ്പൊ അതിനെ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താ? അത് ജസ്റ്റ് ഒരു ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാണ്ട് ഇരിക്കുക എന്നുള്ള ഒരു കണ്ടീഷൻസ് അല്ല. ഞാൻ ഹെൽത്തി ആണെന്ന് വിശ്വസിക്കുന്നത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഡെഫിഷ്യൻസിയോ ഡിസോർഡേഴ്സോ ക്രോണിക് ഡിസീസസോ ഒന്നും അല്ല. ബട്ട് അതല്ല ഒരു ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. അത് നമ്മൾ ശരിക്കും അതിന്റെ ഒരു മീനിങ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നു, ബോഡിന്റെ പെർഫോമൻസ് അല്ലെ, ബോഡിന്റെ ഫങ്ഷൻ, സാറ് പറഞ്ഞ പോലെ സ്ലീപ്പിലുള്ള ക്വാളിറ്റി, മൊത്തത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഒപ്റ്റിമൽ ന്യൂട്രീഷനിലും നമ്മൾ കരുതേണ്ടത്. അത് മൊത്തത്തിലുള്ള നിങ്ങളെ ലൈഫ് പെർഫോമൻസിനെയാണ്, അത് നമ്മളെ ക്രോണിക് ഡിസീസസിനൊക്കെ മിനിമൈസ് ചെയ്യാനും നമ്മുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ബോഡി ഫങ്ഷനിങ്ങിലുള്ള ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അഡിക്വേറ്റ് ന്യൂട്രീഷനും ഒപ്റ്റിമൽ ന്യൂട്രീഷനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കാം. ഇപ്പൊ RDA ഒക്കെ നമുക്ക് ഒരു അഡിക്വേറ്റ് ന്യൂട്രീഷൻ ആണ് അല്ലെ? റെക്കമെൻഡഡ് ഡെയിലി അലയൻസ് എന്ന് പറയുന്ന ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ സ്കർവി പോലത്തെ വൈറ്റമിൻ C ഡെഫിഷ്യന്റ് ആയതുകൊണ്ടുള്ള
കുറച്ച് ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊന്നും അല്ലാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അതിനുള്ള ബേസിക് ന്യൂട്രിയൻസ് നോക്കുക എന്നുള്ളതാണ് അഡിക്വേറ്റ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഒപ്റ്റിമൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി നിങ്ങളുടെ ഡയറ്റ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതൊരു സ്ട്രാറ്റജിക് ഡയറ്റ് ആയിരിക്കും. അതിൽ എല്ലാ പോസിബിൾ വേയിലും നിങ്ങൾക്ക് ആ ഒരു ഇപ്പൊ സാറ് പറഞ്ഞ പ്ലേറ്റിനെ എല്ലാ തരത്തിലും കളർഫുൾ ആക്കാനും വൈബ്രന്റ് ആക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നതാണ് ഒരു ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിന് ഇപ്പൊ നമുക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് നമ്മളെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്. കാണാവോ? സോറി, ഓക്കെയാണ്. എന്റെ സ്ലൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയേ, സോറി. ഓക്കെ, അപ്പൊ നമ്മളെ ഫുഡിൽ വരുന്ന ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഫോൾ വരികയാണെങ്കിൽ അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിന്റെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഒരു റീപ്ലേസ്മെന്റ് അല്ല, പകരം ഒരു സപ്പോർട്ടാണ് നമുക്ക് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആക്ച്വലി നൽകുന്നത്. സോ ഈ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലില് നമുക്ക് എന്തിനാണ് ന്യൂട്രീഷൻ സപ്ലിമെന്റ് എന്തുകൊണ്ട് നമുക്ക് വേണം എന്ന് നമുക്ക് നോക്കാം. മെയിൻലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, ലൈഫ് സ്റ്റൈൽ ചാലഞ്ചസ് ആണ്. നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു അല്ലെ. നമ്മളൊരു എൻ്റെ കുട്ടിക്കാലത്തുള്ള ലൈഫ് സ്റ്റൈൽ അല്ല ഇപ്പൊ ഉള്ളത്. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലിൽ കൂടിയല്ല ഞാൻ പോകുന്നത്. അല്ലെ എൻ്റെ അപ്പൂപ്പൻ ഒന്നുകൂടെ ചിലപ്പോൾ പാടത്തും പറമ്പത്തും ഒക്കെ ഒന്നുകൂടെ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ അത് ഗ്രാജുവലി വന്ന് അച്ഛനൊന്ന് ഇരുന്ന് ജോബായി, പിന്നെ എനിക്ക് അതിലും കൂടെ സെഡൻഡറി ആവണം. അങ്ങനെ നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് കൂടി വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഇറഗുലർ ആയിട്ടുള്ള മീൽ പാറ്റേൺസ്. ബേസിക്കലി എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഇപ്പൊ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ഒന്ന് ഹെൽത്തിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും നമുക്ക് കാണാം ലേറ്റ് നൈറ്റ് ഡിന്നേഴ്സും ലേറ്റ് നൈറ്റ് പാർട്ടീസും അവരുടെ മീലിന്റെ ടൈമിങ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു ആൻഡ് ലഞ്ച് പ്രോപ്പർ ടൈമിൽ കഴിക്കണം. ഇനി ലഞ്ച് പ്രോപ്പർ ടൈമിൽ കഴിച്ചാലും ഡിന്നർ ഭയങ്കര ലേറ്റ് ആവുന്നു. അവരുടെ മൊത്തത്തിലുള്ള ബോഡി ക്ലോക്ക് വേറെ ഒരു ദിശയിൽ ചലിക്കുന്നു, അവരുടെ ക്ലോക്ക് വേറൊരു സൈഡിലേക്ക് ചലിക്കുന്നു അല്ലെ. നെക്സ്റ്റ് വൺ വന്ന് ഫാസ്റ്റ് ഫുഡ് ഡിപ്പെൻഡൻസിയാണ്. നമ്മളിപ്പോ എസ്പെഷ്യലി ആ കളറും സ്മെല്ലും ഇപ്പൊ ഒരുപാട് ഫുഡ് സ്പോട്ടുകളും നൈറ്റ് ലൈഫും ഒക്കെ എല്ലായിടത്തും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാരും കുട്ടികൾ തൊട്ട് പ്രായമായവരെ തൊട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവരുടെ ടൈമും ഒക്കെ ലാഭിക്കാം എന്നുള്ളൊരു ഇതില് അവരൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു പ്ലഷറിന് വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് ഫുഡിലേക്കും ഒക്കെ പോവാണ്. പിന്നെ സ്ട്രെസ്, നമ്മളിപ്പോ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കല്ലേ സ്ട്രെസ്. ഇവിടെ നമ്മളിപ്പോ കഴിഞ്ഞ ടോപ്പിക്കിലൊക്കെ പറഞ്ഞു അല്ലെ, നമ്മള് ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എന്തുകൊണ്ടാ, ഓവറോൾ നമ്മളെ ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒക്കെ നമുക്ക് വരുന്ന ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരു ചാലഞ്ചസ് ആണ്. ആൻഡ് പോർ ഡയറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് കണ്ണിൽ കാണുന്നതും കണ്ണുകൊണ്ട് ഇഷ്ടപ്പെടുന്നതും നാവിന് ഇഷ്ടപ്പെടുന്നതും എല്ലാം നമ്മൾ കഴിക്കുന്നു അല്ലെ. അതിലെന്താ ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നമുക്കത് ന്യൂട്രിറ്റീവ് ആണോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ആ ഒരു മൊമെന്റില്. പിന്നെ നെക്സ്റ്റ് വൺ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ആണ്. ഏറ്റവും അഡിക്വേറ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്വാളിറ്റി ഉള്ള പ്രോട്ടീൻസും ഹോൾ ഗ്രെയിൻസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ള ഇപ്പോഴത്തെ ഇന്ത്യൻസ് മാത്രമല്ല ഓൾ ഓവർ വേൾഡ് എല്ലാവരും അത് ഡെഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൂപ്പന്റെ കാലത്തുള്ള മണ്ണല്ല എൻ്റെ കാലത്ത് ഇപ്പൊ ഉള്ളത്. അതിലുള്ള എല്ലാ ന്യൂട്രിറ്റീവ് വാല്യൂസും ഒക്കെ നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും നമ്മൾ മണ്ണിലേക്ക് ഒഴുക്കി വിടുന്ന ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മുടെ സോയിലിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂവിനെ ഒക്കെ കുറയ്ക്കുകയാണ്. അതിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ന്യൂട്രിഷണൽ ക്രോപ്സ് കിട്ടും അല്ലെ. എന്നിട്ട് ആ ക്രോപ്പും നമ്മുടെ ടേബിളിലേക്ക് എത്തുമ്പോൾ എത്ര ടൈം നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു, കുറെ ദിവസം സ്റ്റോറിലിരിക്കുന്നു, കുറെ ദിവസം മാർക്കറ്റിലിരിക്കുന്നു. അങ്ങനെ നമ്മളടുത്ത് എത്തുമ്പോഴേക്കും അതിന്റെ എല്ലാ ന്യൂട്രിഷനും പോയിട്ടുണ്ടാവും അല്ലെ. ആൻഡ് നമ്മുടെ കുക്കിംഗ് മെത്തേഡും
നെക്സ്റ്റ് വൺ പറയുന്നത് മെഡിക്കൽ കൺസിഡറേഷൻ ആണ്. നമ്മളൊരു മെഡിക്കേഷനോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസോ ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ ആണെങ്കിലും സപ്ലിമെന്റേഷൻ ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ബോഡി അത് അബ്സോർബ് ചെയ്യില്ല. കാരണം ഓൾറെഡി കുറെ ഡ്രഗ്സും ഒക്കെ ബോഡിയിൽ പോകുന്നുണ്ട്, മെഡിക്കേഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മളൊരു എന്തുകൊണ്ട് നമ്മൾ സപ്ലിമെന്റ് എടുക്കണം എന്നുള്ളതിന്റെ ഒരു റീസൺസ്. ആൻഡ് ബെനഫിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള സപ്ലിമെന്റേഷന്റെ ബെനഫിറ്റ്സ്. ഫസ്റ്റ് വൺ വന്നിട്ട് എനർജി ഇമ്മ്യൂണിറ്റി ആണ്. നിങ്ങളുടെ ഓവറോൾ എനർജി ലെവലിനെ അത് ബൂസ്റ്റ് ചെയ്യുകയും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് സ്ട്രോങ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഓർഗന്റെ ആ ഒരു വൈറ്റാലിറ്റി, എല്ലാ വൈറ്റൽ ഓർഗൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആയാലും ഹാർട്ടിന്റെ ഫംഗ്ഷൻ ആയാലും ബോൺ ആയാലും ഒക്കെ. സെല്ലുലാർ ഹെൽത്ത് ഞാൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സെല്ലുലാർ ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഈവൻ നമ്മൾ എല്ലാ ഓർഗൻസും കൂടെ ചേർന്നിട്ടാണല്ലേ ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്, എന്നിട്ടാണ് നമ്മൾ ഉണ്ടാകുന്നത് അല്ലെ. ഈ ഓർഗൻ സിസ്റ്റത്തിന്റെ ഓർഗന്റെ ഒക്കെ മുന്നേ ബേസിക് ആയിട്ട് സെല്ലാണ് ഉണ്ടാകുന്നത്. ഈ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ, അത് പിന്നീട് ഓർഗൻ ഒക്കെ ആയി മാറുന്നത്. അപ്പൊ ഈ സെല്ലിന്റെ ക്വാളിറ്റി, സെൽ എന്ന് പറയുന്നത് ഡീജനറേഷൻ സംഭവിക്കുകയും പിന്നെ റീജനറേറ്റ് ചെയ്ത് വരികയും വേണ്ട ഒരു സാധനമാണ് നമ്മളെ ബോഡിയിൽ അല്ലെ. അതിന് വേണ്ടി നമ്മളെ ബോഡിയിലുള്ള ന്യൂട്രിയൻസ് ആണ് ആ സെല്ല് യൂസ് ചെയ്യുന്നത് അതിന് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മളെ ബോഡിയിൽ ഇല്ലെങ്കിൽ ഉള്ളിടത്തുനിന്ന് അത് വലിച്ചെടുക്കുകയും അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ചിലപ്പോൾ നമുക്ക് മുട്ടുവേദനയായിട്ടും നടുവേദനയായിട്ടും ആവശ്യത്തിന് ഉള്ള ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടും ഒക്കെ വരുന്നത്. അതിനടുത്തത് ഡിസീസ് പ്രിവെൻഷൻ. ക്രോണിക് ഡിസീസുകളെയും ഡെഫിഷ്യൻസിന്റെ ഒക്കെ റിസ്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലോഞ്ചിറ്റിവിറ്റി, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്പാനിലല്ല, ഹെൽത്തി ലൈഫ് സ്പാൻ ആണ് ഇമ്പോർട്ടൻറ്റ് അല്ലെ. ഹെൽത്ത് സ്പാൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഹെൽത്തി ഏജിങ്ങിനായിട്ട് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് റിസ്ക് നമുക്ക് നോക്കാം. ഇത് അധികം ചിലപ്പോൾ നമ്മൾ സപ്ലിമെന്റ് കഴിക്കണം എന്ന് അറിയുന്നവരും ചിലപ്പം അവെയർ ആവാത്തൊരു കാര്യമായിരിക്കും റിസ്ക്. സപ്ലിമെന്റ് കഴിക്കുന്നതിൽ റിസ്ക്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അതിനെ എതിർക്കുന്നവരുണ്ടാവാം. റിസ്ക് ഒരുപാടുണ്ട്, സപ്ലിമെന്റിനെ എതിർക്കുന്നവരുണ്ടാവാം. ഇതൊക്കെ ടോക്സിൻസ് ആണ് ഒരുപാട് കഴിച്ചാൽ അങ്ങനെയൊക്കെ. ബട്ട് ആക്ച്വലി സപ്ലിമെന്റേഷന്റെ യഥാർത്ഥ റിസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കറക്റ്റ് ഇൻഫോർമേഷൻ നമുക്കുണ്ട്, കറക്റ്റ് ഐഡിയ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ ടോക്സിസിറ്റി റിസ്ക് നോക്കുക. നമ്മൾ ഓവർഡോസ്, പല സപ്ലിമെന്റും ചിലപ്പോൾ അണ്ടർ ഡോസോ ഓവർ ഡോസോ ആവാം. നമുക്ക് ഒരു ടാബ്ലറ്റ് ഒന്നും കഴിച്ചുകൊണ്ടും ചീപ്പ് ക്വാളിറ്റി ഉള്ള സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഇത് കിട്ടാതെയോ അല്ലെങ്കിൽ കിട്ടുന്ന ഡോസ് ചിലപ്പോൾ കൂടുതലോ ആവാം. അത് നമുക്ക് പ്രത്യേകിച്ച് ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻസ് ഒക്കെ ആൻഡ് ഡ്രഗ് ഇന്ററാക്ഷൻ. ഓൾറെഡി നമ്മൾ ഏതെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ് ആയിട്ട് അതിന് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ആൻഡ് ക്വാളിറ്റി കൺസേൺ, ക്വാളിറ്റി ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ട കാര്യമാണ്. കാരണം ഇപ്പത്തെ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് കിട്ടും അല്ലെ. അപ്പൊ അതിലെ ഓരോ ക്ലെയിംസും കാര്യങ്ങളൊക്കെ നമ്മളെ മിസ്ലീഡ് ചെയ്യാം. ഇതില് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കുകയാണെന്ന് വെച്ചോ, അവർ പറയും പ്രോട്ടീൻ ഉണ്ട്, കണ്ടന്റ് ഉണ്ട് എന്ന് പറയും. പക്ഷെ ഒരു സ്കൂപ്പ് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഒരു 20%ഓ 30%ഓ, ഇപ്പൊ ഒരു പ്രോട്ടീൻ ബാർ എടുക്കുന്നു, 100 ഗ്രാമിന്റെ ഒരു പ്രോട്ടീൻ ബാർ എടുക്കുന്നു. 100 ഗ്രാമിന്റെ പ്രോട്ടീൻ ബാറിൽ 100 ഗ്രാമും പ്രോട്ടീൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പോട്ടെ, ഒരു 80 ഗ്രാമും പ്രോട്ടീൻ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതിൽ കാർബ് ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞ് ഒരു 40ഓ 30% പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഭാഗ്യം. അതാണ് ഒരു ക്വാളിറ്റി കൺസേൺ. ആൻഡ് ഫാൾസ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു റീപ്ലേസ്മെന്റ് അല്ല, ഫുഡിനെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യല്ല. ബട്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക, അതിനെ ബാലൻസ് ചെയ്യുക. അതൊരു ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ലോങ് ടേം ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ സപ്ലിമെന്റേഷൻ കൂടെ ഉണ്ടെങ്കിൽ. ആൻഡ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് നോക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് എന്നും വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ഫസ്റ്റ് വൺ വന്നിട്ട് പ്രോട്ടീൻ ആണ് അല്ലെ. പ്രോട്ടീന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഇപ്പൊ ഇവിടെ എനിക്ക് മേജർലി പറയേണ്ടത് വേയും സോയും പ്രോട്ടീൻ ആണ്. അത് നിങ്ങളെ ഓവറോൾ
നിങ്ങളെ മസിൽ റിപ്പയറിനും സ്ട്രെങ്ത്തിനും ഒക്കെ റിക്കവറിക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഈ റിക്കവറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ്, മസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും മസിൽ ചെറിയ ചെറിയ ഇഞ്ചുറി, മസിൽ ഫൈബേഴ്സിൽ റിപ്പയർ ആവശ്യം വരും നിങ്ങൾക്ക്. ആ ഇഞ്ചുറിനെ റിപ്പയർ ചെയ്യണം. അതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ബെസ്റ്റ് എന്ന് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വേ പ്രോട്ടീൻ, സോയ് പ്രോട്ടീൻ ഒക്കെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ പറഞ്ഞിട്ട് ഫൈബർ ആണ്. ഫൈബർ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും, കാരണം നമ്മൾ ഒരുപാട് ചിലപ്പോൾ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡിനൊക്കെ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും, വയർ അപ്സെറ്റ് ആവുക, ഗട്ട് ഹെൽത്ത് ഇല്ല, ലീക്കി ഗട്ട് വരിക, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂ വരും. അതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. ശരിക്കും മാക്രോ ന്യൂട്രിയന്റ് പറയുമ്പോൾ എല്ലാവരും വിട്ടുപോണ ഒരു അധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് ഫൈബർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനർജിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയും, നിങ്ങൾ സിമ്പിൾ കാർബ്സ് യൂസ് ചെയ്യാതെ, സിമ്പിൾ ആയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാർബ് അല്ലെ, അതല്ലാതെ കോംപ്ലക്സ് കാർബ്സ് യൂസ് ചെയ്യാം. മില്ലറ്റ്സ്, റാഗി, നമ്മളിവിടെയൊക്കെ വിറക് എന്നൊക്കെ പറയും അല്ലെ, പനി വിറക്, തെന, അങ്ങനത്തെ ഒരുപാട് മില്ലറ്റ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു വെറൈറ്റിയും ആയിരിക്കും. നിങ്ങൾ അതൊക്കെ മീൽസിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാണ്ട് ഒരുപാട് ബെനഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് എനർജി സോഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ എനർജി സോഴ്സിന് ഏറ്റവും വേണ്ടതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹെൽത്തി ഫാറ്റ്, omega-3 ആസിഡും അല്ലാത്ത ഹെൽത്തി സീഡ് ഓയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഫാറ്റിന്റെ ഇതിൽ എടുക്കാവുന്നതാണ്. ആൻഡ് അത് നിങ്ങളെ ബ്രെയിനിനും ഹാർട്ടിനും ഒക്കെ നല്ലതായിട്ടുള്ള ആണ് ഹെൽത്തി ഫാറ്റ്സ് വരുന്നത്. ആൻഡ് നമുക്കിനി മൈക്രോ ന്യൂട്രിയൻസ് എന്ന് നോക്കാം. അതൊരു ഇപ്പൊ പറഞ്ഞ മാക്രോ ന്യൂട്രിയൻസ് ആണ്. ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് നിങ്ങളൊരു ബോഡിയുടെ മെയിൻ്റെനൻസ് സ്ക്രൂ ആണ് അല്ലെ. അവര് ഇപ്പൊ നമുക്ക് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ അവർ തരുമ്പോഴും ഈ മെറ്റബോളിസത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഈ വിറ്റമിൻസും മിനറൽസും ആണ്. നിങ്ങൾക്ക് ഈ വിറ്റമിനും മിനറലൊക്കെ കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം ഫുഡിൽ കൂടെ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ എത്രയും മിനറൽസും വിറ്റമിൻസും, പ്രത്യേകിച്ച് ഫാറ്റ് സോല്യൂബിൾ ആയിട്ട് കുറച്ച് എയും ഒക്കെ നിങ്ങൾക്ക് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആൻഡ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ അധികം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മേജർ ആയിട്ട് നമ്മൾ കാണുന്നതാണ് കുറച്ച് വിറ്റമിൻസ് മിനറൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എ, ബി കോംപ്ലക്സ്, സി, ആൻഡ് അത് നമ്മളെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യും, ഹീലിങ്ങിന്. ആൻഡ് ഡി, കെ, അത് നമ്മളെ കാൽഷ്യം അബ്സോർപ്ഷനും ബോണ്ടിനും. ഇ ആണെങ്കിൽ നമ്മൾ ഓവറോൾ ആന്റി ഓക്സിഡന്റ് ആണ്. ആൻഡ് മിനറൽ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അയൺ, കാൽഷ്യം, സിങ്ക്, ഇതൊക്കെ നമുക്ക് ഡെയിലി നമ്മളെ ബോഡിയിൽ വേണ്ട വിറ്റമിൻസും മിനറൽസും ആണ്. സോ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ന്യൂട്രിയൻസ് ആണ് ഇതൊക്കെ. പ്രോബയോട്ടിക്, ഇപ്പൊ പ്രോബയോട്ടിക്കിനെ ഒന്നും കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ കോമൺലി എല്ലാവർക്കും അറിയുന്നതാണ് പ്രോബയോട്ടിക് എന്താണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഗട്ട് മൈക്രോബയോമിനെ സപ്പോർട്ട് ചെയ്യുന്നു പ്രോബയോട്ടിക്സ്. ആൻഡ് ആന്റി ഓക്സിഡന്റ്, ഈ നമ്മുടെ ആന്റി ഓക്സിഡൻസ് നിങ്ങളെ ബോഡിയിൽ ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെർബൽ സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക്, ഈവൻ നമ്മൾ ഗാർഡനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടർമറിക്, അശ്വഗന്ധ കാര്യങ്ങളൊക്കെ. ബട്ട് അതിന്റെ ഒക്കെ ക്വാളിറ്റിയും അതിന്റെ ഒക്കെ ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് കുറച്ച് സ്പോർട്സ് ന്യൂട്രീഷനിൽ വരുന്നതാണ് ഈ ക്രിയാറ്റിൻ കാര്യങ്ങളൊക്കെ. ആൻഡ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് ഒക്കെ. സോ ഒപ്റ്റിമൽ ന്യൂട്രീഷനിലേക്കുള്ള നിങ്ങളെ പാത്വേ എങ്ങനെയായിരിക്കണം നോക്കുക. അത് നിങ്ങളുടെ നീഡ് അസസ് ചെയ്യാം. ഒരു ബേസിക് നീഡ് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം ആണ് ഈ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് കാര്യങ്ങളൊക്കെ. അത് ഞാൻ ഡീറ്റെയിലി അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. ആൻഡ് നിങ്ങളെ ഏജ്, ജെൻഡർ, ലൈഫ് സ്റ്റൈല്, നിങ്ങളെ ഉറക്കം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നിങ്ങളൊരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റേഷൻ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് അതിന്റെ ക്വാളിറ്റി വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോ ലെമൺ അല്ലേ, ലെമണിൽ എന്താ സിട്രിക് ആസിഡ് ഉണ്ട് അല്ലേ. സിട്രിക് ആസിഡ് നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ ഷോപ്പിൽ നിന്ന് സിന്തറ്റിക് ആയിട്ട് വാങ്ങാലോ. എനിക്കിപ്പോ കുറച്ച് സിട്രിക് ആസിഡിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ലെമൺ എടുത്ത് കഴിക്കോ, അല്ലെങ്കിൽ സിന്തറ്റിക് ഷോപ്പിൽ പോയിട്ട് കുറച്ച് സിട്രിക് ആസിഡ് വാങ്ങി കഴിക്കോ? ലെമൺ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക അല്ലെ. ഒന്ന് ഓർഗാനിക് ആണ്, ഒന്ന് ഇൻഓർഗാനിക് ആണ്. അതും ക്വാളിറ്റി ഏതായിരിക്കും? ചിലപ്പോൾ സിന്തറ്റിക്കിന് ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അതിന് സൈഡ് എഫക്ട്സ് കൂടുതൽ ഉണ്ടാവാം അല്ലേ. സോ അതിന്റെ ക്വാളിറ്റിയും അത് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും FSSAIയും ഒക്കെ
എന്താ പറയാ സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. ആൻഡ് എവിഡൻസ് അല്ലെ, നമുക്ക് ഇതൊക്കെ ഒരു സയന്റിഫിക്, ഇപ്പൊ വെൽനസ് കമ്മ്യൂൺ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സയന്റിഫിക് അഡ്വൈസറി ബോർഡിന്റെ അവര് റിസർച്ച് ചെയ്ത് ബ്രെയിൻ സ്ട്രോം ചെയ്ത് കണ്ടുപിടിച്ച് സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സപ്ലിമെന്റും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുള്ള പ്രൂവൺ ഫാക്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചൂസ് ചെയ്യാം. ആൻഡ് എന്തെടുക്കുമ്പോഴും ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ പറ്റി കംപ്ലീറ്റ് അറിയുന്ന അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെയോ നിങ്ങൾ എന്തായാലും കൺസൾട്ട് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്യാം. പിന്നെ സെൽഫ് ആയിട്ട് ഒരു സപ്ലിമെന്റ് വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാണ്ട് അത് വേണമല്ലോ എന്ന് എവിടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്ന കേട്ടിട്ട് ഫിഷ് ഓയിൽ വേണം, ഒമേഗ 3 വേണം, ഏതെങ്കിലും ഒരു ഒമേഗ 3 വാങ്ങി എടുക്കുന്നു, അതിന്റെ അഡ്വേഴ്സ് എഫക്ട് നമ്മളെപ്പോൾ ചിന്തിക്കില്ല. ബട്ട് പിന്നെ ആ ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ക്വാളിറ്റി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു റിമൈൻഡർ ഉള്ളത് എന്താന്ന് വെച്ചാല്, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ്മെന്റ് അല്ല, ഒരു സപ്പോർട്ട് മാത്രമാണ്. ഓക്കെ. ആൻഡ് ഇതൊരു ന്യൂട്രീഷണൽ സപ്ലിമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡാണ് നിങ്ങൾക്ക് മിനറൽസിനെയും വൈറ്റമിൻസിനെയും ഒക്കെ മനസ്സിലാക്കാനുള്ള. സോ ഫസ്റ്റ് വണ് നിങ്ങളെ ഇൻഡിവിജ്വൽ നീഡ് ഞാൻ പറഞ്ഞു എന്താ നോക്കുക, ആൻഡ് അതിന്റെ സയന്റിഫിക് എത്രത്തോളം പ്രൂവൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക, എവിഡൻസ് ബേസ്ഡ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇൻടേക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒപ്റ്റിമൽ ഹെൽത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്തായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഹോൾ റിച്ച് മീലും പ്ലസ് നമുക്ക് വേണ്ട എല്ലാ സപ്ലിമെന്റ്സും ന്യൂട്രിയൻസും കൂടി കിട്ടുമ്പോഴാണ് ഒരു ഒപ്റ്റിമൽ ന്യൂട്രീഷൻ അല്ലെ. നമ്മൾ വെറുതെ എന്തെങ്കിലും മൾട്ടിവിറ്റമിൻ മിനറൽ എന്നല്ല, നിങ്ങൾക്ക് ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കളർഫുൾ ആവാന്ന് മാത്രമല്ല, അതിൽ എല്ലാ മാക്സിമം വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ആൻഡ് ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. ആൻഡ് പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ ഡെയിലി, ഞാൻ പല ജിമ്മുകളിലും പറയണ കേട്ടിട്ടുണ്ട്, പ്രോട്ടീൻ ഡെയിലി എടുക്കേണ്ട ആവശ്യമില്ല. ട്രെയിനേഴ്സ് അല്ലാതെ ജിമ്മിൽ വരുന്നവരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്, ഡെയിലി പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ മിസ്ലീഡ് ചെയ്യാറുണ്ട് അല്ലെ നമുക്ക്. ബട്ട് പ്രോട്ടീൻ നമ്മൾ ആക്ച്വലി എടുക്കേണ്ട ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെല്ലിൽ ഒരു ഓർഗൻ ഉണ്ടാവണമെങ്കിൽ സെൽ നമ്മളിങ്ങനെ ഫോം ചെയ്തിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനു വേണ്ടി പ്രോട്ടീൻ എസെൻഷ്യൽ ആണ്. ആൻഡ് നിങ്ങളെ ബോഡിക്ക് പ്രോട്ടീൻ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നിങ്ങൾക്ക് പ്രോട്ടീൻ ഒരാൾക്ക് ഇപ്പോൾ 50 kg അറ്റ്ലീസ്റ്റ് 50 grams പ്രോട്ടീൻ എങ്കിലും നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ഒരു ഹെൽത്തി മീലിൽ നിന്ന് 50 gram പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് മാത്രം കഴിക്കാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഈ റോൾ ഓഫ് പ്രോട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽ ഗ്രോത്ത് പറഞ്ഞില്ല, അതേപോലെ നിങ്ങളുടെ ടിഷ്യൂന്റെ റിപ്പയർ, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും. ഇഞ്ചുറീസ് എന്ന് ഉദ്ദേശിക്കുന്ന ആക്സിഡന്റ് വലിയ ഇഞ്ചുറീസ് അല്ല, മസിൽ ചെറിയ ടിയർ ഉണ്ടാവും. അപ്പൊ അത് റിപ്പയർ ചെയ്യാനായിട്ട് പ്രോട്ടീൻ എസെൻഷ്യൽ ആണ്. നമ്മളെ ബോഡി ഭയങ്കര പാവമാണ് കേട്ടോ. നമ്മൾ പ്രോട്ടീൻ കൊടുത്തില്ലെങ്കിലും നമ്മളെ സ്റ്റോർ ചെയ്ത് വെച്ച എന്തെങ്കിലും ന്യൂട്രിയൻസ് ഒക്കെ എടുത്ത് അതെങ്ങനെങ്കിലൊക്കെ നമ്മളെ ഈ ബോഡീനെ ഓടിക്കും, പരാതികളൊന്നും ഇല്ലാതെ. ഇപ്പൊ കാൽഷ്യം കുറവുണ്ടെങ്കിൽ നമ്മളെ ബോണിൽ നിന്ന് വലിച്ചെടുക്കും. ഭയങ്കര പാവം, ഒരു കംപ്ലൈൻസും ഇല്ല. കുറെ ബുദ്ധിമുട്ടുമ്പോ മാത്രമാണ് പെയിനിന്റെ രൂപത്തിലും ഡിസ്കംഫർട്ടിന്റെ രൂപത്തിലും എന്തെങ്കിലുമൊക്കെ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് പൈസക്ക് നിങ്ങൾ ചെലവാക്കുക, കുഴപ്പമില്ല. ഓക്കെ. ആൻഡ് പിന്നെ ഇതാ വൈറ്റൽ മോളിക്യൂൾസിന്, എൻസൈംസിനെയും ഹോർമോൺസിനെയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നിങ്ങളെ ബ്രെയിനിലേക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ പോകണല്ലോ, എന്നാലല്ലേ നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ നമ്മളെ ബോഡി തന്നെ. സോ അതിനൊക്കെ വേണ്ടിയിട്ട് വൈറ്റൽ മോളിക്യൂൾസ് നമുക്ക് വേണം. നമ്മുടെ സ്ട്രക്ചർ അല്ലെ, നമ്മളെ ഹ്യൂമൻ ബോഡി നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മസിൽസ് ഒന്നും ഓർഗൻസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് നമ്മൾ ആ സ്കെലിട്ടൻ ആണ്, നമ്മൾ അതിന്റെ പുറത്ത് സ്കിൻ ആണെങ്കിൽ ഈ സൗന്ദര്യം നമുക്ക് ഉണ്ടാവോ? ഒട്ടും ഇല്ല അല്ലെ. നമുക്ക് കാണുമ്പോൾ തന്നെ അയ്യേ എന്നുള്ളൊരു ഫീലിംഗ്. നമുക്ക് മസിൽസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാരും അപ്പിയറൻസ് ഇത്രയും നന്നാവുന്നത് അല്ലെ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമ്മളെ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ ആണ്. നമ്മളെ ബോഡിയിൽ മൊത്തം നടക്കേണ്ടതാണ് ബ്ലഡും ഓക്സിജനും ട്രാൻസ്പോർട്ട്. അതും ആവശ്യമുള്ള ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്തും വെക്കണം. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട്
ഫ്യൂൽ, നിങ്ങളെ എനർജി സോഴ്സ്, അതും പ്രോട്ടീൻ, കാർബ്സ് എടുത്ത് കഴിഞ്ഞ് കാർബൊന്നും ഇല്ലെങ്കിൽ അത് പ്രോട്ടീൻ നമുക്ക് എടുക്കാവുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രോട്ടീൻ സിംഗിൾ ഡേ വേണം. നിങ്ങളെ മസിൽ ഗ്രോത്തിനും സ്ട്രെങ്ത്തിനും അത് വേണം, മെയിൻ്റെനൻസിനും, പിന്നെ നിങ്ങൾ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഈവൻ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും നിങ്ങളെ ബേബിക്കും ഒക്കെ അത് ഹെൽപ്ഫുൾ ആവും. ആൻഡ് നിങ്ങളുടെ ഒരു വെയിറ്റ് മാനേജ്മെന്റിനും ആ ഓവറോളിൽ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ എസെൻഷ്യൽ ആണ്. ആൻഡ് നിങ്ങൾക്ക് ബോഡിയിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത, അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത് മീൻസ് അത്യാവശ്യമാണ്. ഓക്കെ, സോ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് എന്തായാലും നമ്മൾ നോക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട് വിറ്റമിൻ മിനറൽ. പ്രോട്ടീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിറ്റമിൻ മിനറൽസ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഓൾറെഡി, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. സോ വിറ്റമിൻ മിനറൽസ് നമ്മളെ ഇമ്മ്യൂണിറ്റി, നമ്മളെ ബോൺ ഹെൽത്ത്, നമ്മുടെ വിഷൻ, സ്കിന്ന്, നമ്മളെ ഹെയർ, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആവും. ആൻഡ് നമ്മളെ ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ. ആൻഡ് മിനറൽസ് നമ്മളെ ഓക്സിജൻ ട്രാൻസ്പോർട്ട്, നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസ്, പിന്നെ നമ്മുടെ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, ഹെൽത്തിനെയും മസിലിന്റെ ഒക്കെ ഫങ്ഷൻ ഒക്കെ വേണ്ടി മിനറൽസും ഹെൽപ്ഫുൾ ആവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഒമേഗ-3 ആണ്. സോ ഇതൊക്കെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് നമ്മളെ വെൽനസ് കമ്മ്യൂണും ഈവൻ ഞാൻ കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്ന, സപ്ലിമെന്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ് ന്യൂട്രിലൈറ്റ് എന്ന് പറയുന്നത്. ന്യൂട്രിലൈറ്റ് ഒരുപാട്, എനിക്ക് തന്നെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും, എനിക്ക് ഹൈപ്പോതൈറോയിഡിസം, PCOD എന്റെ ജേർണിയിലൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്ലിമെന്റ് റേഞ്ചസ് ഉണ്ട് ന്യൂട്രിലൈറ്റിന്. നമുക്ക് ഓർഗാനിക് ആയിട്ട് നമ്മളെ സീഡ് ടു സപ്ലിമെന്റ് മൊത്തത്തിൽ ഒറ്റൊരു കമ്പനി ഉണ്ടാക്കുന്ന, ന്യൂട്രിലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു എക്സലന്റ് സപ്ലിമെന്റ്, ബെസ്റ്റ് സെല്ലിംഗ് ഡയറ്ററി സപ്ലിമെന്റ് ബ്രാൻഡാണ് ന്യൂട്രിലൈറ്റ് എന്ന് പറയുന്നത്. വേറെ എവിടെയും ഞാൻ കാണാത്തൊരു യുണീക്കാണ്. ബാക്കിയുള്ളൊരു റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടൊക്കെ വാങ്ങി ഒക്കെ സപ്ലിമെന്റ്സ് ഉണ്ടാക്കും. ബട്ട് സീഡ് മുതൽ ആ പാക്കറ്റ് വരെ നമുക്ക് ഒരു കമ്പനിയാണ് ഉണ്ടാക്കുന്നത് അല്ലെ. സോ ഒമേഗ-3 പറ്റി കുറച്ചധികം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് സമയം എടുക്കില്ല, വിത്തിൻ 2 minutes. ഒമേഗ-3 എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒമേഗ-3 സപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡിൽ കൂടെ കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഒമേഗ-3 സപ്ലിമെന്റ് നിങ്ങൾ വാങ്ങണ്ട, ഇത് ചെയ്താൽ മതി. ഒരു 100 gram നല്ല ഫാറ്റ് ഉള്ള, മീൻസ് ഒമേഗ-3 കണ്ടന്റ് ഉണ്ടെന്ന് ഉറപ്പുള്ള 100 gram മത്തിയോ അയലയോ അങ്ങനെ അല്ലെങ്കിൽ സാൽമണോ എടുക്കാം. അത് എന്നിട്ട് കുറച്ച് ടേസ്റ്റിന് വേണ്ടി സോൾട്ടോ അല്ലെ പെപ്പറോ മാത്രം അങ്ങനെ ചെറിയ സീസണിങ്ങിൽ പുഴുങ്ങി എടുക്കുക. 100 gram, ഓക്കെ. ആൻഡ് പ്ലസ് 40 grams ഓഫ് വാൾനട്ട്, 40 gram വാൾനട്ട് എടുക്കുക. ആൻഡ് ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഓഫ് ഫ്ലാക്സ് സീഡ് ഓയിൽ എടുക്കുക. അതിലൊക്കെ ALA ആണ് കേട്ടോ ഉള്ളത്. ALA EPA DHA ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനെ ഉണ്ടാക്കാൻ വേണ്ടി ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ALA. ഓക്കെ, സോ ഇതെല്ലാം എടുക്കാം. 100 gram ഫിഷ് എടുക്കണം. അതും ഞാൻ പറഞ്ഞ പോലെ കുക്ക് ചെയ്യണം കേട്ടോ, ന്യൂട്രിയന്റ് ഒന്നും കളയരുത്. പുഴുങ്ങി എടുക്കുക കുറച്ച് ഉപ്പിട്ടിട്ട്. ആൻഡ് 40 gram വാൾനട്ട് ആൻഡ് ഒരു ടേബിൾ സ്പൂൺ ഫുൾ ഫ്ലാക്സ് സീഡ് ഓയിൽ. ഇത് 3 ഡെയിലി കഴിച്ചോളൂ. എന്നാൽ പിന്നെ നിങ്ങൾ ഒമേഗ-3 സപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഡെയിലി പുഴുങ്ങിയ ഈ മീൻ കഴിക്കുക, 40 gram ഇത് കഴിക്കുക. ഇത് നിങ്ങൾ ലൈഫ് ലോങ് കഴിച്ചുകൊണ്ടിരിക്കൂ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒമേഗ-3 ആവശ്യം വരില്ല. കുറച്ച് അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവാം, കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം, അല്ലെങ്കിൽ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാം. ബട്ട് എന്നാലും കുഴപ്പമില്ല. സപ്ലിമെന്റ് വാങ്ങുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആണല്ലോ അല്ലെ ഇങ്ങനെ കഴിക്കണേ. അപ്പൊ അതാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ് നിങ്ങൾക്ക് ഫുഡിൽ കൂടെ കിട്ടാനുള്ള എളുപ്പ വഴി. ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ മെനക്കെടാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് ഒരു സാൽമൺ ഒമേഗ-3 വാങ്ങി കഴിക്കാവുന്നതാണ്. ഞാൻ ന്യൂട്രിലൈറ്റിന്റെ കഴിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യും. സോ ഈ ബെനഫിറ്റ്സ് ഓഫ് ഒമേഗ-3 ഞാൻ ഒന്നുകൂടെ പറയാം. ഹാർട്ട് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ബ്രെയിൻ ഫങ്ഷൻ, ആൻഡ് നമ്മുടെ ബോഡിയിൽ എന്തായാലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇൻഫ്ലമേഷൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും. അതിനൊക്കെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷനും കൂടെ ഒമേഗ-3 ഉണ്ട്. സോ ഒമേഗ-3 ബാക്കിയുള്ള പ്രോട്ടീനും വിറ്റമിനും ഒമേഗ-3 ഒക്കെ നിങ്ങൾ ഫുഡിൽ കൂടെ കിട്ടുന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റ് ചെയ്യുന്നോ, നിങ്ങളെ സപ്ലിമെന്റേഷൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നോ എന്ന് നോക്കുക. ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. നെക്സ്റ്റ് നമുക്കൊരു എക്സലന്റ് സെഷൻ ആയിട്ട്
നമുക്ക് നോക്കാം. നമ്മുടെ വെൽനസ് കമ്മ്യൂണിറ്റി തന്നെ എക്സലന്റ് ആയിട്ടുള്ള പ്രോട്ടോകോള് നമുക്ക് വേണ്ടി ഡോക്ടർ ബാലഗോപാലാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ബാലഗോപാൽ ഒരു ലീഡിംഗ് പീഡിയാട്രിഷ്യൻ ആണ്, എറണാകുളത്ത് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ബാലഗോപാൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു അവനി. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്, ഓക്കെ, താങ്ക് യു. സോ ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാരെ, 190 ആൾക്കാരെ ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരം പുറത്ത് കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ സിനിമകൾ കണ്ട് നടക്കുന്ന ഒരു സമയം മാറ്റിവെച്ച് ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്ന ഇത്തരം ആൾക്കാരെ കണ്ടതിൽ വളരെ സന്തോഷം. കാര്യം ഇന്ന് വളരെ ആവശ്യമാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരോഗ്യത്തെ പറ്റി മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അറിവ് നേടുകയും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വന്നത് ഇന്ന് അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ പല കാര്യങ്ങളും, നമ്മുടെ ആക്ടിവിറ്റി ആവട്ടെ, നമ്മുടെ ഫുഡ് സ്റ്റൈൽ ആവട്ടെ, നമ്മുടെ ചിന്താരീതി ആവട്ടെ, ഇതെല്ലാം അസുഖത്തിനെ വിളിച്ചു വരുന്ന രീതിയിലുള്ള കാര്യം, നമ്മുടെ സ്ട്രെസ് ആണെങ്കിലും എല്ലാം നമ്മളെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു എൻവയൺമെന്റ് ആണ്, ഒരു ചുറ്റുപാടിലാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യം എന്താണെന്ന്, നമ്മുടെ ഓരോരുത്തരുടെ ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, അത് എങ്ങനെ നമുക്ക് ജീവിതകാലം മുഴുവൻ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. സോ അവിടെ നമ്മുടെ ഓരോരുത്തരുടെ ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതും വളരെ നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അവനോൻ ആരോഗ്യത്തോടെ നമ്മുടെ ലൈഫ് സ്പാൻ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഹെൽത്ത് സ്പാനും അതിനോടൊപ്പം തന്നെ നീട്ടി വെക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് ഓരോരുത്തർക്കും മാത്രമേ ചെയ്യാനും പറ്റുള്ളൂ, വേറെ ആർക്കും അത് ചെയ്തു തരാനും പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ഡിസൈഡ് ചെയ്താൽ തന്നെ അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിക്കുന്ന അത്രയും നാളും ആരോഗ്യത്തോടുകൂടി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റുകയാണെങ്കിൽ വേറൊരാളെ സഹായിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ മാത്രമേ പറ്റൂ. തീരുമാനിച്ചില്ല എങ്കിൽ അനാരോഗ്യത്തിലേക്ക് ചെന്ന് ചാടും, ഉറപ്പാണ്. കാര്യം ഇന്നത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മുടെ എൻവയൺമെന്റ് മാറുന്നത് വരെ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോയേ പറ്റും. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തേ പറ്റും. സോ അപ്പം നമ്മുടെ ആരോഗ്യം എന്താണെന്നും അതെങ്ങനെ നമ്മുടെ ഇന്നത്തെ ആരോഗ്യത്തിന്റെ കണ്ടീഷൻ എന്താണെന്നും നമുക്കൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു സെഷൻ അടുത്തൊരു 25 മിനിറ്റ് കൊണ്ട് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെയാണ് അതിനുള്ള മാർഗങ്ങൾ. വെൽനസ് കമ്മ്യൂണിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന ഹെൽത്ത് പ്രോട്ടോകോൾ അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മുടെ ആരോഗ്യം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിലെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകാം. പവർ പോയിന്റ് ഷെയർ ചെയ്ത് ഞാൻ അതിലേക്ക് കയറാം. ഓക്കെ, സോ നമ്മൾ ആദ്യം നമ്മുടെ ഹെൽത്ത് എന്താണെന്ന് നമ്മൾ ആദ്യം അസസ് ചെയ്യണം. നമ്മുടെ ആരോഗ്യം, നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു, അത് നമ്മൾ അസസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ. അത് നമ്മുടെ ഇന്നത്തെ ആരോഗ്യം നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഗൂഗിൾ മാപ്പിലേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇടുമ്പം ആദ്യം നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പം നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ GPS-ന്റെ ഇത് തെറ്റിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പൊ എറണാകുളത്തിരിക്കുമ്പോൾ അത് ട്രിവാൻഡ്രത്തായിരിക്കും അതിന്റെ നീഡിൽ കിടക്കുന്നത്, GPS എററായി കിടക്കുകയാണെങ്കിൽ. എന്നിട്ട് നമ്മൾ കോട്ടയത്തിന് പോകാൻ വേണ്ടി നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ തെക്കോട്ടുള്ള റൂട്ടാണ് കാണിക്കും. നമ്മൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ എറണാകുളത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തെക്കോട്ട് പോയാൽ ട്രിവാൻഡ്രത്ത് വടക്കോട്ടാണ് കാണിക്കുക. നമ്മൾ എറണാകുളത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വടക്കോട്ട് പോയാൽ തൃശ്ശൂരായിരിക്കും ചെന്നത്. സോ നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് ലൊക്കേഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനാണ് ഹെൽത്ത് അസസ്മെന്റ്. നമുക്ക് യൂഷ്വലി നമ്മൾ ഹെൽത്തിനെ പറ്റി ചിന്തിക്കുമ്പം മിക്കവരും ചിന്തിക്കുന്നത് ഹെൽത്ത് ഒരു
ഒന്നുകിൽ ഇൽനെസ് അല്ലെങ്കിൽ വെൽനെസ്, അല്ലെങ്കിൽ ഒരു സ്വിച്ച് മോഡലാണ്. അതായത് ഒന്നുകിൽ നമുക്ക് ഇന്ന് ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ ആരോഗ്യമില്ല. അതായത് നമ്മൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരോഗ്യവാനാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. നമ്മൾ ഏറെക്കുറെ എല്ലാവരും തന്നെ ഇന്നിപ്പോ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും വരുമ്പം എന്തെങ്കിലും തുടങ്ങുമ്പോൾ അന്നേരം നോക്കാം എന്നാണ് പലരും പറയുന്നത്. എന്തെങ്കിലും തുടങ്ങുമ്പോൾ മേ ബി അതിന് വേണ്ടിയിട്ട് പലരും ചെയ്യുന്നത് മേ ബി ഒരു ആനുവൽ ചെക്കപ്പ് ആയിരിക്കാം, അല്ലെ? ഒരു മേ ബി ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ആനുവൽ ചെക്ക് മേ ബി കമ്പനി അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അതിനുള്ള റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ടാവും ആനുവൽ ചെക്കപ്പ്. ഒരു ആനുവൽ ചെക്കപ്പിൽ നമ്മൾ പോയി ഷുഗർ ചെക്ക് ചെയ്യുന്നു, BP, ഷുഗർ, കൊളസ്ട്രോള്, മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നു. ചിലത് എക്സിക്യൂട്ടീവ് അഡ്വാൻസ് എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ഒക്കെ ആണെങ്കിൽ ECG, എക്കോ എല്ലാം നോക്കുന്നു. അതിലെല്ലാം കുഴപ്പമില്ലാന്ന് കണ്ടു, ഒരു വർഷത്തേക്ക് രക്ഷപ്പെട്ടു, ഇനി അടുത്ത വർഷം നോക്കിയാണ്, അല്ലെ? അതാണ് നമ്മുടെ യൂഷ്വലി എല്ലാവരുടെയും മനോഭാവം. അതാണ് എല്ലാവരും അവരുടെ ഹെൽത്തിനെ അസസ് ചെയ്യുന്ന രീതി ഇന്നതാണ്. ഇത് പൊതുവെ ജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആ ചെയ്യുന്നതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ്. ചിലവര് മേ ബി അവരുടെ സുഹൃത്തുക്കള് ആ ഹോസ്പിറ്റലിൽ ഒരു ദിവസം കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അടുത്ത ദിവസം നമ്മൾ പോയി ചെക്ക് ചെയ്യും, നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. ഞാൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അല്ലെ? ആക്ച്വലി നമ്മൾ ആ ഹെൽത്ത് എന്താണെന്ന് മനസ്സിലാക്കിയത് തന്നെയാണ് തെറ്റ്. കാര്യം നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യവാനാണെന്നുള്ള ആ ധാരണ തന്നെ തെറ്റാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഡയബറ്റീസ് ഒരാൾക്ക് തുടങ്ങിയെങ്കിൽ അത് ഒരു ദിവസം പെട്ടെന്ന് ഒരു കൊതുക് കടിച്ചിട്ടുണ്ടായതല്ല, അല്ലെ? കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ ശരീരത്തിനുണ്ടായ ഒരു പ്രോസസ്സ് കാരണമാണ് ഇന്ന് നമുക്ക് ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പം ആ കഴിഞ്ഞ 5-10 വർഷം നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ കാര്യങ്ങൾ, ഈ നേരത്തെ ഡോക്ടർ സനിലും ഒക്കെ പറഞ്ഞ മെറ്റബോളിസത്തിലുള്ള വ്യത്യാസങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റാതെ ശരീരം മുന്നോട്ട് പോയത് വഴി ഉണ്ടായ ഒരു കാര്യമാണ് ഇന്നത്തെ ഈ അസുഖം, ഇന്നത്തെ ജീവിതശൈലി. സോ അപ്പം നമ്മൾ ഹെൽത്തിനെ കാണേണ്ടത് ഒരു സ്പെക്ട്രം, ഒരു ലോങ് ടേം പ്രോസസ് ആയിട്ട് വേണം കാണാൻ. അതിന്റെ ഒരറ്റത്താണ് ഇൽനെസ്, മറ്റേ അറ്റത്താണ് ഹെൽത്ത്. സോ നമ്മൾ ഒരു പക്ഷേ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഈ പോയിന്റിലായിരിക്കാം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല, അടുത്ത വർഷം വരെ സേഫ് ആണോ പറയാൻ പറ്റില്ല, അല്ലെ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ മാസം ചെക്ക് ചെയ്തോളൂ എല്ലാം കുഴപ്പമില്ലെന്നാ പറഞ്ഞ്, ഇപ്പം ഹാർട്ടിന് ഒരു ചെറിയ വേദന വന്നു, പോയി ചെക്ക് ചെയ്തപ്പം 3 ബ്ലോക്ക് ഉണ്ട്. സോ അപ്പൊ നമ്മൾ അന്ന് ഒരു മാസം മുമ്പ് ചെക്ക് ചെയ്തപ്പോ എവിടെയായിരുന്നു ഇതൊക്കെ? സോ നമ്മൾ എന്താണ് ചെക്ക് ചെയ്തത് ഒരു മാസം മുമ്പ്? ഒരു മാസം മുമ്പ് ചെക്ക് ചെയ്ത് നമ്മൾ ഏത് പോയിന്റ്, അന്ന് നമ്മൾ മേ ബി ഈ പറഞ്ഞ ഈ ആരോ മാർക്ക് കാണിക്കുന്ന ആ ഒരു പോയിന്റിലായിരിക്കും. അതായത് ഡിറ്റക്റ്റബിൾ ആയിട്ട് ഈ പറഞ്ഞ ചെക്കപ്പുകൾ വഴി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മോശമായില്ല ശരീരം അന്ന് ഒരു മാസം മുമ്പ്. ഇന്ന് കുറച്ചുകൂടെ ആ ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ അതേ സ്വഭാവങ്ങൾ, അതേ ലൈഫ് സ്റ്റൈൽ നമ്മൾ പിന്തുടർന്നു, ശരീരം പ്രശ്നം ഉണ്ടാക്കി, നമ്മൾ ആ റെഡ് ഏരിയയിലേക്ക് എത്തിപ്പോയി, അല്ലെ? അപ്പം നമ്മൾ മേ ബി ഗ്രീനിലോ ആ ബ്ലൂയിലോ ഒക്കെ നീങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ലാതിരുന്നാൽ. അപ്പം നമ്മൾ ആ ചെക്ക് ചെയ്ത രീതിയാണ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെക്ക് ചെയ്തത് അസുഖം ഉണ്ടോ എന്ന് മാത്രമാണ്. നമ്മൾ ഇൽനെസ് ഉണ്ടോ എന്നാണ് ഈ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്ക് പോയി ചെക്ക് ചെയ്യുന്നതല്ല, ലാബിലും ഒക്കെ പോയി ചെക്ക് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ ഇൽനെസ് ഉണ്ടോ, നമ്മൾ അസുഖത്തിലേക്ക് എത്തിയോ, നമ്മൾ ആ വക്കത്ത് നിന്ന് താഴേക്ക് വീണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഹെൽത്തിനെ അല്ല ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡിസീസ് പ്രോസസ്സിനെയാണ് ചെക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതാണ് വെൽനസ് കമ്മ്യൂൺ എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മ, ഹെൽത്ത് കമ്മ്യൂണിറ്റി. നേരത്തെ ഡോക്ടർ ആവണി അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. ഒരു 10 പേരോളം അടങ്ങുന്ന സയന്റിഫിക് അഡ്വൈസറി ബോർഡ് ഡിസൈൻ ചെയ്ത് ഒരു 50-60 ആൾക്കാർ ഇതിനെ ടാസ്ക് ഫോഴ്സിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ വെൽനസ് കമ്മ്യൂണിറ്റി, ഹെൽത്ത് കമ്മ്യൂണിറ്റിയാണ്. സോ ഇവിടെ ഈ വെൽനസ് കമ്മ്യൂണിറ്റി ഡിസൈൻ ചെയ്ത ഒരു ഹെൽത്ത് അസസ്മെന്റ് പ്രകാരം നമ്മൾ ആരോഗ്യത്തെയാണ് അസസ് ചെയ്യാൻ പോകുന്നത്. സോ ആരോഗ്യത്തെ നമ്മൾ അസസ് ചെയ്യുമ്പം നമ്മൾ അതിന് വേറെ കുറച്ച് കാര്യങ്ങളാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ആരോഗ്യവാൻ എന്നത്, അല്ലെ? അതായത് നമ്മുടെ ഓരോ കോശങ്ങളും വളരെ ആക്റ്റീവായിട്ടും ഹെൽത്തി ആയിട്ട് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് 300-300 ക്രോസ് സെൽസിന്റെ ഒരു കൂട്ടായ്മയാണ്.
അപ്പൊ ഈ കോശങ്ങളെല്ലാം തന്നെ, ഈ ഓർഗൻസ് എല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഹെൽത്തിയാണ്. സോ അതെങ്ങനെ അസസ് ചെയ്യാൻ പറ്റും? നേരത്തെ ഫസ്റ്റ് സെഷനിൽ ഡോക്ടർ സാനിൽ പറഞ്ഞു നമ്മുടെ മസിൽസിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ സ്കിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം, നമ്മുടെ മസിൽസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം, നമ്മുടെ ബോൺസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം, നമ്മുടെ ഹാർട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹെൽത്തിയാണ്. അതാണ് നമ്മുടെ ഹെൽത്ത്. നമ്മൾ ഈ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് വഴി ചെക്ക് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഡിസീസ് തുടങ്ങിയോ എന്നുള്ളതാണ്. സോ നമ്മുടെ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ തന്നെ നമ്മൾ ഹെൽത്തിനെ അല്ല അസസ് ചെയ്യുന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കണം. ഡിസീസ് എന്തെങ്കിലും തുടങ്ങിയെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഹോസ്പിറ്റലിലെ വാതിലിനകത്തേക്ക് കയറേണ്ട സമയമാണ്. അപ്പം നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തി ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് ഒരു ടെസ്റ്റ്, ഞാൻ എല്ലാ ടെസ്റ്റുകളും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന കുറച്ച് ടെസ്റ്റുകൾ, കുറച്ച് അസസ്മെന്റ് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് HbA1c. ഇത് നമ്മൾ ഡയബറ്റീസിന് വേണ്ടി ചെക്ക് ചെയ്യുന്നതല്ലേ, അത് അസുഖത്തിന് വേണ്ടി ചെക്ക് ചെയ്യുന്നല്ലേ? അതെ. HbA1c 6.5 അല്ലെങ്കിൽ അതിന് മേലിലേക്കാണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ്. ഞാൻ അതിന്റെ നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ HbA1c വഴി കണക്കാക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ. മേ ബി ലാബിൽ പോയാൽ നിങ്ങൾക്ക് നാളെ പോയാൽ ചെക്ക് ചെയ്യാവുന്നൊരു സാധനമാണ്. 300-400 രൂപയാവും. എപ്പോൾ അതിനൊരു ഫാസ്റ്റിംഗ് വേണമെന്നില്ല, എപ്പോൾ വേണേൽ പോയി ചെക്ക് ചെയ്യുകയും ചെയ്യാം. നാളെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ അസസ് ചെയ്യാം. HbA1c എന്താണ് ബ്രീഫായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ നേരത്തെ ഡോക്ടർ സാനിൽ ഒന്ന് ടച്ച് ചെയ്തു പോയി, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനകത്ത് RBC എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. ആ സെൽസിനകത്തുള്ള ഒരു ഇതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം സ്കൂളുകളിൽ പഠിച്ച സാധനമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ ഹീം എന്ന് പറഞ്ഞ അയണും ഉണ്ട്, ഗ്ലോബിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനും ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ എപ്പോൾ തന്നെയും നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനകത്ത് ഷുഗർ വേണം. കാര്യം ശരീരത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഊർജ്ജം വേണം. മസിൽ അനങ്ങണമെങ്കിൽ ശ്വസിക്കണമെങ്കിൽ ശ്വാസകോശത്തിലെ മസിൽസ് അനങ്ങണം. ഹാർട്ട് പമ്പ് ചെയ്യണമെങ്കിൽ ഹാർട്ടിന്റെ മസിൽസ് അനങ്ങണം. എന്ത് ആക്ടിവിറ്റി വേണമെങ്കിൽ, ഏത് സെല്ലിന്റെ ആക്ടിവിറ്റി നടക്കണമെങ്കിൽ അവിടെ ഊർജ്ജം വേണം. എന്നാലേ ആ സെല്ലിന് വർക്ക് ചെയ്യാൻ പറ്റും. ആ സെല്ലിന് വർക്ക് ചെയ്യാൻ പറ്റും, കാറിലെ പെട്രോൾ പോലെ. അപ്പം അതിന് വേണ്ടത് ഷുഗറാണ്. അപ്പൊ നമ്മുടെ ബ്ലഡിൽ എപ്പോഴും തന്നെ ഷുഗർ വേണം. ഷുഗർ കുറഞ്ഞു പോയാൽ അപ്പൊ നമ്മൾ താഴെ വീഴും. അപ്പൊ ബ്ലഡിൽ എപ്പോഴും തന്നെ ഷുഗർ വേണം. ഷുഗർ ആവശ്യമാണ്. ഷുഗർ ഒരു അനാവശ്യ സാധനമല്ല ശരീരത്തിന്. ഷുഗർ വളരെ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് അധികമായാൽ എന്താണ്? ഷുഗർ അധികമായിട്ട് ശരീരത്തിൽ ഒഴുകി നടക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിലുള്ള പ്രോട്ടീൻ, ഓരോ കോശത്തിലുള്ള പ്രോട്ടീനുകളിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും. ഓരോ കോശങ്ങളുടെ പ്രോട്ടീനാണ് അതിനെ അനക്കുന്നത്. ഇപ്പൊ മസിൽ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. നമ്മുടെ കൈ അനങ്ങണമെങ്കിൽ മസിൽ വർക്കിംഗ് ആയിരിക്കണം. മസിൽ എന്ന് പറയുന്ന മസിലിനകത്ത് മേജർ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഓരോ കോശം വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്തെ പ്രോട്ടീൻസ് ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഷുഗർ ചെന്ന് ആ പ്രോട്ടീനിൽ ചെന്ന് അറ്റാച്ച് ചെയ്തിരുന്നാൽ ആ പ്രോട്ടീന്റെ ആക്ടിവിറ്റി കുറയും. അപ്പം അങ്ങനെ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആ സെൽസിന്റെ വർക്കിംഗ് ഫങ്ഷൻ മോശമാകും. അപ്പം നമ്മൾ HbA1c ചെക്ക് ചെയ്യുന്നത്, HbA1c 6.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരുപാട് ഷുഗർ ഒഴുകി നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല അത് കോശങ്ങളിലെ പ്രോട്ടീനിലൊക്കെ ചെന്ന് അറ്റാച്ച് ചെയ്ത് തുടങ്ങി, വല്ലാണ്ട് അറ്റാച്ച് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അതാണ് HbA1c 6.4 മേളിലാണെന്നുള്ളത്. അത് 6.4 മേളിലെന്നല്ല, 5.6 മേളിൽ 5.7 മുതൽ തന്നെ അത് അറ്റാച്ച് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. കൂടുതൽ അറ്റാച്ച് ചെയ്താൽ അത് ആ പ്രോട്ടീന്റെ ഫംഗ്ഷനെ താഴ്ത്തുന്ന രീതിയിൽ ഈ ഷുഗർ അറ്റാച്ച് ചെയ്ത് തുടങ്ങുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ HbA1c 5.6 താഴെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. HbA1c 5.6 താഴെയാണെങ്കിൽ കഴിഞ്ഞ ഒരു 3 മാസത്തെ ആകത്തുകയാണ് ഷുഗർ, ശരീരത്തിൽ ഒഴുകി നടക്കുന്ന ഷുഗറിന്റെ ആകത്തുകയാണ് HbA1c എന്ന് പറയുന്നത്. അപ്പൊ നാളെ പോയി ചെക്ക് ചെയ്യുമ്പോൾ, നാളെ ഇപ്പൊ ഒക്ടോബർ 13-ാം തീയതി, നാളെ പോയി ചെക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഷുഗറിന്റെ ആവറേജ് ആണ് നാളെ പോയി ചെക്ക് ചെയ്താൽ കിട്ടുന്ന ഇത്. അത് 5.6 താഴെയാണെങ്കിൽ ആ ഒരു പാർട്ട്, അതായത് ഷുഗർ ചെന്ന് പ്രോട്ടീനിൽ അറ്റാച്ച് ചെയ്ത് പ്രോട്ടീനെ നിർവീര്യമാക്കുക അല്ലെങ്കിൽ ശക്തി കുറയ്ക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. ആ പാർട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോഴാണ് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് നോക്കിയിട്ട് ഇന്ന് ഇതെല്ലാം നോർമലാണ്, നിങ്ങൾ ഇനി 1 വർഷത്തേക്ക് നോക്കണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. ഇത് HbA1c 5.6 താഴെയാണെങ്കിൽ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു.
സോ HbA1c ഒരു നല്ല ഹെൽത്ത് മാർക്കറാണ്. ബ്ലഡ് വഴി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്ത് മാർക്കറാണ് HbA1c. അതുപോലെ തന്നെ വേറൊരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ്, വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാവുന്ന ഒരു ഹെൽത്ത് അസസ്മെന്റ് ആണ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടില് മെഷറിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തു നോക്കാവുന്ന ഒരു ഹെൽത്ത് അസസ്മെന്റ് ആണ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. നിങ്ങളുടെ ആ ഇൻസ്റ്റേപ്പ് എടുത്തിട്ട് നിങ്ങളുടെ വയറിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത്, യൂഷ്വലി ഇത് പൊക്കിളുടെ ഏരിയയിലായിരിക്കും അല്ലെങ്കിൽ അതിന് തൊട്ടുമേലിലായിരിക്കും, ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് നിങ്ങൾ മെഷർ ചെയ്യുക, ചുറ്റളവ് എടുക്കുക, വയറിന്റെ ചുറ്റളവ്, ശരീരത്തിന്റെ ചുറ്റളവ് എടുക്കുക. അത് വേസ്റ്റ് സർക്കംഫറൻസ് പറയും. അതുപോലെ തന്നെ താഴെ ഹിപ്പിന്റെ അവിടെ, ബട്ടക്സിന്റെ അവിടെ, ആ ഒരു ഇതിൽ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് നിങ്ങൾ ചുറ്റളവ് എടുക്കുക. കാലടുപ്പിച്ച് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ചുറ്റളവ് എടുക്കുക. അത് ഹിപ്പ് സർക്കംഫറൻസ് പറയും. അപ്പൊ ആദ്യം എടുത്തത് വേസ്റ്റ് സർക്കംഫറൻസ്, രണ്ടാമത്തെ ഹിപ്പ് സർക്കംഫറൻസ്. അത് ഇഞ്ചിലോ സെന്റിമീറ്ററിലോ ഏതിൽ വേണേ ആയിക്കോട്ടെ, നിങ്ങൾ എടുത്ത ഒരു നമ്പർ നോക്കുക. ആദ്യം വേസ്റ്റിന്റെ എടുത്ത നമ്പർ, അതേ ഇതിലുള്ള ഹിപ്പിന്റെ അവിടെ ഉള്ള നമ്പർ നോക്കുക. വേസ്റ്റിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ ഹിപ്പിന്റെ നമ്പർ. എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്, കാൽക്കുലേറ്ററിൽ ഇട്ട് ഇപ്പൊ ചെക്ക് ചെയ്യാം. വേസ്റ്റിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ ഹിപ്പിന്റെ നമ്പർ. സ്ത്രീകൾക്കാണെങ്കിൽ അത് 0.85 താഴെയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം, ഇപ്പൊ തൽക്കാലം ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു എന്ന് പറയാം. പുരുഷന്മാരെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 0.9 താഴെയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിന്റെ പടിവാതിൽക്കലിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. കുറച്ചും കൂടെ ആളും കൂടെ കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറേണ്ട അവസ്ഥയായി എന്ന് മനസ്സിലാക്കുക. സോ അത് ഇപ്പൊ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. സോ ഇതിനുള്ള മാർഗം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവസാനം ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത് വേറൊരു ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കലായിട്ട് നമുക്ക് തന്നെ അസസ് ചെയ്യാവുന്ന ഒരു സാധനം വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. ആദ്യം പറഞ്ഞത് ബ്ലഡിൽ നാളെ രാവിലെ വേണേ പോയി ചെക്ക് ചെയ്യാവുന്ന, ഫാസ്റ്റിംഗ് വേണമെന്നില്ല, നാളെ എപ്പോൾ വേണേ പോയി ചെക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ് HbA1c. ഇപ്പൊ പറയുന്നത് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. അത് സ്ത്രീകളിൽ 0.85 താഴെ നിൽക്കണം, പുരുഷന്മാർക്ക് 0.9 താഴെ നിൽക്കണം, ആരോഗ്യത്തോടുകൂടി നിൽക്കണം. വേറൊരു അസസ്മെന്റ് മെത്തേഡാണ് ഡംബൽ സ്ക്വാറ്റ് എന്ന് പറയും. സ്ക്വാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ പടത്തിൽ കാണുന്നില്ല, നമ്മൾ കസേരയില്ലാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ. അതായത് നമ്മുടെ മസിൽ, നേരത്തെ പറഞ്ഞു, മസിലുകൾ ആക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മുടെ മസിൽസ് സ്ട്രോങ് ആണ്, ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നന്നായി. വെറുതെ പറഞ്ഞാൽ നമ്മൾ വീഴാൻ പോകുമ്പം അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മസിൽസ് ഹെൽത്തി ആയി. അപ്പം മസിൽസ് ഹെൽത്തി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫങ്ഷൻ ഒരുപാട് നന്നായിരിക്കും. അത് ഏത് പ്രായത്തിലാണെങ്കിലും, 80 വയസ്സിലാണെങ്കിലും മസിൽസ് സ്ട്രോങ് ആണെങ്കിലാണ് ഹെൽത്തി ആയിട്ട്. അപ്പം ഏത് പ്രായക്കാരും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്കും ചെക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ് സ്ക്വാറ്റ് ചെയ്യുക. കസേര ഇല്ലാതെ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കുക, സൂക്ഷിച്ച് വേണം. ആരെങ്കിലുമൊക്കെ അടുത്ത സഹായത്തിന് ആദ്യം പിടിച്ച് നിർത്തിക്കണം. കാര്യം ചിലപ്പോൾ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ വീണു പോകാം, ഇന്ന് നിങ്ങൾ അതിന് യൂസ് ടു അല്ലെങ്കിൽ. സോ അതൊരു നല്ല അസസ്മെന്റ് മെത്തേഡാണ്. അത് കറക്റ്റ് ആയിട്ട് അസസ്മെന്റ് ആരോഗ്യത്തോടുകൂടി ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡംബലും കൂടെ കൈ പിടിച്ചിട്ട്, മേ ബി ഒരു 5 കിലോയുടെ, ആണുങ്ങളാണെങ്കിൽ ഒരു 10 കിലോയുടെ ഡംബൽ കൈ പിടിച്ചിട്ട് ഒന്ന് സ്ക്വാറ്റ് ചെയ്യാൻ നോക്കുക. ആദ്യം വെറുതെ സ്ക്വാറ്റ് ചെയ്യാൻ നോക്കുക. അത് പറ്റുന്നുണ്ടെങ്കിൽ ഡംബൽ എടുത്തിട്ടൊന്ന് സ്ക്വാറ്റ് ചെയ്യാൻ നോക്കുക. ഡംബൽ എടുത്ത് സ്ക്വാറ്റ് ചെയ്ത് എണീക്കാൻ നോക്കുക. ഇനി അങ്ങനെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിച്ച് എത്ര പ്രാവശ്യം അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. ഇരിക്കുകയും എണീക്കുകയും സ്ക്വാറ്റ് ചെയ്യാം, കസരയില്ലാതെ ഇരിക്കുകയും പൊങ്ങുകയും ചെയ്യാം. അത് അടുപ്പിച്ച് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അത് എത്രയും കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡംബൽ പിടിച്ചുകൊണ്ട് എത്രയും കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നിങ്ങൾ ഹെൽത്തി ആണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ. സോ അത് മേ ബി ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഡംബൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ നാളെ മറ്റന്നാളോ അടുത്തൊരു ജിമ്മിൽ പോയി അത് ഒന്ന് ഡംബൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയോട്ടെ എന്ന് ചോദിച്ച് ചെക്ക് ചെയ്തു. അപ്പൊ ആദ്യം വീട്ടിൽ തന്നെ ജസ്റ്റ് സ്ക്വാറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ വെറുതെ കസേര ഇല്ലാതെ ഒന്ന് ഇരുന്ന് നോക്കുക. പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മുതൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ജിമ്മിലൊന്നും പോകണ്ട. ഇപ്പോഴേ വെറുതെ സ്ക്വാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹെൽത്തി അല്ല, നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്തു തുടങ്ങും. കാര്യം പലരും പറയുന്നത് ചെറിയൊരു വയറ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വേറെ ഷുഗർ കഴിഞ്ഞ മാസം പോയി എല്ലാം ചെക്ക് അല്ല കഴിഞ്ഞ ആഴ്ച പോയി എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം നോർമൽ ആയിരുന്നു, ചെറിയൊരു വയറുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇന്ന് സ്ക്വാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങും.
അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി കമ്പോസിഷൻ, അതായത് മസിലിന്റെ പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ശരീരത്തിനുള്ളിലുള്ള കൊഴുപ്പിന്റെ അളവ്. ഞാൻ നേരത്തെ പറഞ്ഞു വയറ് ചാടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വയറിനകത്ത് കുറെ കൊഴുപ്പ് അടിയുന്നതുകൊണ്ടാണ് വയറ് ചാടിയിരിക്കുന്നത്. അപ്പം ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ്, ശരീരത്തിൽ മൊത്തത്തിൽ ഉള്ളിലുള്ള കൊഴുപ്പിന്റെ അളവ് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കറക്റ്റ് ആയിട്ട് അറിയാൻ ശരിക്കും ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻസ് ആണ്. അത് ഈസിലി അവൈലബിൾ അല്ല. പക്ഷെ അതിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടാൻ പറ്റിയ കുറച്ച് മെഷീൻസ് ഉണ്ട്. BCA മെഷീൻ എന്ന് പറയും. BCA മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ കാണാം. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കാണാം. ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. 1 ലക്ഷം 2 ലക്ഷം വില മുതൽ 1000 രൂപ 2000 രൂപ വില വരുന്ന സാധനങ്ങൾ വരെ ഉണ്ട്. അതിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ തന്നെ നോക്കി ഇത് ചെയ്യുക, അസസ് ചെയ്യുക. അത് വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഒരു മേ ബി ഈ റൈറ്റ് സൈഡിലെ പടത്തിൽ കാണുന്ന പോലെ ഒരു വെയിങ് മെഷീൻ പോലത്തെ ഒരു സാധനം കിട്ടും. അതിൽ കയറിയുന്ന ഏകദേശം നിങ്ങളുടെ ശരീരത്തിലുള്ള മസിലിന്റെ അളവ്, കൊഴുപ്പിന്റെ അളവ് ഒക്കെ ഏകദേശം അറിയാൻ പറ്റും. ഏകദേശം ഒരു ധാരണ. എത്ര ആക്യുറേറ്റ് എന്ന് ആയിരിക്കില്ല, എന്നാലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണോ. ഇന്ന് ഒരു ഇത് ചെക്ക് ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പം അത് മോശമായുള്ള കണ്ടീഷനിലേക്ക് വേണം, നിങ്ങളുടെ ആരോഗ്യം മോശമാകുന്നു മനസ്സിലാവും. ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ പലരും ഇന്ന് ചെയ്യുന്നത് വെറുതെ വെയിറ്റ് മാത്രമാണ്. മേ ബി കയറി നിന്നിട്ട് എന്റെ ഹൈറ്റ് 160 ആണ്, എന്റെ വെയിറ്റ് ഇന്ന് 60, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ 160 ആണ്, ഇന്ന് വെയിറ്റ് 70 ആണ്, 10 കിലോ കൂടുതലുണ്ട്, കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മാസം കഴിയുമ്പോൾ പിന്നെ നോക്കി, ഇന്ന് 72 കുഴപ്പമില്ല, നാളെ വേണമെങ്കിൽ ഒരു ചായ ഒഴിവാക്കാം. ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഇതൊന്നും ശരിയാ. അല്ലെങ്കിൽ നാളെ പോയി ഗൂഗിൾ ചെയ്യും വെയിറ്റ് കുറയ്ക്കാൻ, അല്ലെ വയറ് കുറയ്ക്കാൻ എന്താണ് ചെയ്യുന്നത്. ഇതൊന്നും ശരിയായ മാർഗങ്ങളല്ല. വളരെ അപകടം പിടിച്ച റിസൾട്ടുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാറുണ്ട് ഇങ്ങനത്തെ ചെയ്തു വരുന്നവര്. സോ അതൊന്നും നല്ല മാർഗങ്ങളല്ല. സോ ഞാൻ പറയുന്നത് ഈ ഒരു BCA മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് മസിൽസും കൊഴുപ്പും ഒക്കെ എത്രയുണ്ടെന്ന്. അത് നമ്മുടെ ശരീരത്തിൽ ആകെയുള്ള ബോഡിയുടെ കോമ്പോസിഷൻ, ബോൺ എത്ര, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോൺ എത്രയുണ്ട്, മസിൽ എത്രയുണ്ട്, ശരീരത്തിൽ ജലാംശം എത്രയുണ്ട്, ശരീരത്തിൽ കൊഴുപ്പ് എത്രയുണ്ട് എന്നൊക്കെ, അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മുടെ ആരോഗ്യം. സോ അത് ഈ ഞാൻ പറഞ്ഞ റേറ്റ് കൂടിയ 1 ലക്ഷം 2 ലക്ഷം രൂപയുള്ള മെഷീൻസിലൊക്കെ വളരെ നന്നായിട്ട് അതിന്റെ പിക്ചർ കിട്ടും. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വേറൊരു ടെസ്റ്റ് ആണ് ഡെഡ് ഹാങ്. ഡെഡ് ഹാങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു മേളില് നമ്മുടെ വീടിന്റെ മുമ്പിൽ സൺഷെയ്ഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് തൂങ്ങാവുന്നേ ഉള്ളൂ, തൂങ്ങി നോക്കാവുന്നേ ഉള്ളൂ. തൂങ്ങി കാല് ജസ്റ്റ് പൊക്കുക. അതും ആദ്യം പതുക്കെ ട്രൈ ചെയ്യുക. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പിടിച്ച് നിൽക്കുന്ന സാധനം ഒടിഞ്ഞ് താഴെ വീഴരുത്. 2, നമുക്ക് അത് പിടിച്ച് നിൽക്കാൻ പറ്റണം. എങ്ങും ഉളുക്കരുത്, കയ്യോ കാലോ ഉളുക്കരുത്, കയ്യോ പുറോ ഉളുക്കരുത്. സോ ഡെഡ് ഹാങ് വളരെ നല്ലൊരു ഇതാണ്. ഡെഡ് ഹാങ് ആക്ച്വലി നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് അസസ് ചെയ്യുന്ന ഒരു ഇതാണ്. നമുക്ക് എത്ര സെക്കൻഡ് വരെ അല്ലെങ്കിൽ എത്ര മിനിറ്റ് വരെ തൂങ്ങി കിടക്കാൻ പറ്റും, 2 കൈയിൽ, ഈ പടത്തിൽ കാണുന്ന 2 കൈയിൽ എത്ര നേരം തൂങ്ങി കിടക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ആരോഗ്യം എത്ര ഉണ്ടെന്നുള്ളതിന്റെ ഏകദേശം ഒരു ധാരണ. ചിലപ്പോൾ നമുക്ക് മേ ബി ഇന്ന് ഒരു 10 സെക്കൻഡ് തൂങ്ങിക്കിടക്കാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. അത് ഇത്ര സെക്കൻഡ് ആരോഗ്യം എന്ന് പറയാനില്ല. യൂഷ്വലി ഒരു 1 മിനിറ്റ് ഒരു ആവറേജ് പറയാനുള്ളത്. കാര്യം ഓരോ ഏജിനനുസരിച്ച് അത് വ്യത്യാസം വരും. എന്നാൽ ഒരു ആവറേജ് ഒരു 1 മിനിറ്റ് നിങ്ങൾക്ക് തൂങ്ങിക്കിടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തെറ്റില്ലാത്ത ആരോഗ്യം ഉണ്ടെന്നുള്ള അർത്ഥം. അപ്പം ആ രീതിയിൽ ഡെഡ് ഹാങ് എന്ന് പറയും. അത് നമ്മുടെ കൈയുടെ ഗ്രിപ്പിന്റെ സ്ട്രെങ്ത് എല്ലാം അസസ് ചെയ്യും. അത് നമ്മുടെ മസിൽസിന്റെ ഘടന, നമ്മുടെ മസിൽസിന്റെ കോർഡിനേഷൻ എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡെഡ് ഹാങ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വീഴാൻ പോകുമ്പോൾ പിടിച്ചാൽ നമ്മുടെ ശരീരത്തിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റണം. ഒരു കയ്യിൽ അല്ലെങ്കിൽ 2 കയ്യിൽ പിടിച്ചാൽ നമ്മുടെ ശരീരം അതിൽ നിൽക്കണം. അതാണ് അതിന്റെ സിമ്പിൾ ഇത്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെ? നമ്മൾ എവിടെയെങ്കിലും വീഴാൻ പോകുമ്പോൾ എവിടെയെങ്കിലും പിടിച്ചാൽ നമ്മുടെ ശരീരം അതിൽ നിൽക്കുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ ഡെഡ് ഹാങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ മസിൽസിന്റെ ഒക്കെ സ്ട്രെങ്തിനെ അസസ് ചെയ്യുന്ന ഒരു സാധനം. ഇത് ഡെയിലി ചെയ്യേണ്ട എക്സസൈസ് അല്ല. ഡെഡ് ഹാങ് ചെയ്ത് നോക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനെ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതും 1 മിനിറ്റ് എങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. സോ ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലോ മേ ബി ലാബിലോ പോയി ചെക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ഹെൽത്തിനെ അസസ് ചെയ്യുക. എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ലാബുകളിൽ പോയി മറ്റ് ഷുഗറും കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അസുഖം തുടങ്ങിയോ എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ.
ഇപ്പം ഈ രീതിയിലുള്ള, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗ്രിപ്പിന്റെ സ്ട്രെങ്ത് അളക്കാനും മെഷീൻ ഉണ്ട്, ഗ്രിപ്പ് സ്ട്രെങ്ത് മെഷീൻ ഉണ്ട്. ഹാൻഡ് ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞ ഇതും ഗ്രിപ്പ് സ്ട്രെങ്ത് മെഷീൻ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ ഗ്രിപ്പിന്റെ സ്ട്രെങ്ത്, പിടിച്ചാൽ സ്ട്രെങ്ത് എത്ര കിട്ടും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത് ഇമ്പ്രൂവ് ചെയ്യാം. അത് നമ്മൾ ദിവസങ്ങൾ അങ്ങോട്ട് പോകുന്നതോറും ഇമ്പ്രൂവ് ചെയ്ത് വരികയാണെങ്കിൽ ആരോഗ്യത്തിലേക്ക് പോകുന്നു എന്നാണ്. ആ ഗ്രിപ്പ് സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു എന്നാണെങ്കിൽ നമ്മൾ അനാരോഗ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സോ അതുവഴി നമ്മൾ ആ സ്പെക്ട്രത്തിൽ നമ്മൾ എവിടെയാണെന്നുള്ളത് അസസ് ചെയ്യും. നിങ്ങളുടെ ഇന്നത്തെ പൊസിഷൻ എവിടെയാണ്, അത് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, ഇന്നത്തെ പ്രസന്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ള അസസ് ചെയ്യും. അവിടെ നമ്മൾ ലൊക്കേഷൻ മാപ്പ് ഇട്ട് വെൽനെസ്സിലേക്ക് പോവുക, മുന്നോട്ട് പോവുക. സോ നിങ്ങൾ ഇന്നത്തെ കണ്ടീഷനിൽ എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, യു ക്യാൻ ട്രാൻസ്ഫോം യുവർ ഹെൽത്ത്, ട്രാൻസ്ഫോം ടുവേർഡ്സ് വെൽനസ്. നിങ്ങൾ ആരോഗ്യത്തിലേക്ക്, നിങ്ങളുടെ ശരീരത്തിന്റെ യാത്ര ആരോഗ്യത്തിലേക്ക്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആരോഗ്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് വെൽനസ് കമ്മ്യൂൺ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്, ട്രാൻസ്ഫോം 90. 90 ദിവസം കൊണ്ട് ഒരാൾക്ക് ആരോഗ്യത്തിലേക്ക് പോകാനുള്ള വഴി പഠിച്ചെടുക്കാം. അതാണ് ട്രാൻസ്ഫോം 90. അതിനകത്ത് എക്സസൈസ് ഉണ്ടാവും, ഡയറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും, സ്ലീപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടെ ഇത് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ അത് അപ്ലൈ ചെയ്യും. അതുവഴി ആരോഗ്യത്തിലേക്ക് മുന്നോട്ട് പോവുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പൊ ഇന്ന് നിങ്ങളുടെ ഈ പറഞ്ഞ SbA1c, നിങ്ങളുടെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും നിങ്ങളുടെ സ്ക്വാറ്റ് ചെയ്തിട്ടുള്ള എണ്ണവും നിങ്ങളുടെ ഡെഡ് ഹാങ്ങിന്റെ സമയവും ഇതൊക്കെ നോക്കിയിട്ട് മേ ബി അടുത്ത മാസം, ഇന്ന് ഒക്ടോബർ 12, അടുത്ത 12-ാം തീയതി, നവംബർ 12-ാം തീയതി, ഡിസംബർ 12-ാം തീയതി, ജനുവരി 12 ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നിങ്ങൾ നല്ല ആരോഗ്യത്തിന്റെ ലെവലിലേക്ക് നിങ്ങൾ നീങ്ങി നിൽക്കുന്ന. സോ നിങ്ങളുടെ ഹെൽത്ത് ആദ്യം നിങ്ങൾ അസസ് ചെയ്യും. ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മെഷറിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത്, രാത്രി അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ടും മെഷർ ചെയ്തു, വേസ്റ്റും ഹിപ്പും മെഷർ ചെയ്തിട്ട് വേസ്റ്റ് ഡിവൈഡഡ് ബൈ ഹിപ്പ് എത്ര വരുന്നുണ്ടെന്ന് നോക്കും. സോ ആ രീതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആരോഗ്യത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അവിടെ നിന്ന് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പടിപടിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. സോ ട്രാൻസ്ഫോം 90 is an excellent tool for yourself to become healthy in next 90 days. സോ ഇന്ന് നിങ്ങൾ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിലുള്ള ഫുഡിന്റെയും സ്ലീപ്പിന്റെയും മസിൽസിന്റെയും ഇമ്പോർട്ടൻസ്, അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും, നമ്മുടെ ഫുഡിൽ കൂടെ ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ കൂടെ പോരാതെ വരുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പോഷകങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി, അതുപോലെ നിങ്ങളുടെ ആരോഗ്യം ഇന്ന് എവിടെയാണെന്നുള്ളത് അസസ് ചെയ്യാനുള്ളതും മനസ്സിലാക്കി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ആരോഗ്യത്തിലേക്കുള്ളൊരു ഭാവി മുന്നോട്ട് വരട്ടെ, ആശുപത്രിയിലെ തിരക്ക് കുറഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബാക്ക് ടു ഹോസ്റ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ ബാലഗോപാൽ സർ. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ ഈ ഒരു വെൽനസ് കമ്മ്യൂണിന്റെ മാസ്റ്റർ ക്ലാസ്സിലൂടെ ഒത്തിരിയധികം അറിവുകൾ നമുക്ക് ലഭിച്ചു എന്ന് വളരെയധികം ഉറപ്പാണ്. നിങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും പുതിയ പുതിയ ഇൻഫർമേഷൻസും അറിവുകളും ലഭിച്ചു എന്നുള്ളതിൽ തർക്കമില്ല. ഇത്രയും അറിവുകളും അതേപോലെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള അവരുടെ സമയവും നമുക്ക് വേണ്ടി ചെലവഴിച്ച ഓരോ ഡോക്ടേഴ്സിനും, ഡോക്ടർ ബാലഗോപാൽ സർ, അതുപോലെ ഡോക്ടർ ആവണി, ഡോക്ടർ സനിൽ, എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. എല്ലാവർക്കും നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. താങ്ക് യു ഡോക്ടേഴ്സ്, താങ്ക് യു ബാലഗോപാൽ സർ, താങ്ക് യു ആവണി ആൻഡ് താങ്ക് യു സനിൽ. ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ എന്തെങ്കിലും മനസ്സിലാവാത്തതോ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമായി കണക്ട് ചെയ്ത വ്യക്തികൾ ആരെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുക, അവരുമായിട്ടൊരു ഡിസ്കഷൻ ഫിക്സ് ചെയ്യുക. തുടർന്നും ഓരോ മാസങ്ങളിലും ഇത്തരം വെൽനസ് കമ്മ്യൂണിറ്റി ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ടാവും. ആ മാസ്റ്റർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് ഉണ്ടാക്കുക. അതേപോലെ നമ്മൾക്ക് എല്ലാ ദിവസവും രാവിലെ ഡെയിലി മൂവ്സ് എന്നുള്ള പ്രോഗ്രാം നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റ്സിന് വേണ്ടി വെൽനസ് കമ്മ്യൂൺ തയ്യാറാക്കിയിട്ടുണ്ട്. ഡെയിലി മൂവ്സ് എല്ലാ ദിവസവും രാവിലെ 6:15 മുതൽ 7 മണി വരെയാണ്. നാളെ ഡെയിലി മൂവ്സിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവുക. അതിന്റെ ലിങ്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കണക്ട് ചെയ്ത വ്യക്തിയുമായിട്ട് സംസാരിക്കുക, ലിങ്ക് കളക്ട് ചെയ്യുക. ഓക്കെ, വിഷ് യു എ വെരി ഹെൽത്തി വെൽനസ് കമ്മ്യൂൺ, വിഷിംഗ് യു എ ഹെൽത്തി ലൈഫ്.
താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.